അപ്പൊ നിങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം, ഇതെല്ലാം സത്യത്തിൽ വ്യാജ കറാമത്തുകളും ആത്മീയ ചൂഷണങ്ങളുമാണ്. ഈ ചൂഷണമാണ് കേരളത്തിൽ വ്യത്യസ്ത രൂപഭാവങ്ങളിലൂടെ കേരളത്തിൽ അരങ്ങേറിയത്. നമ്മൾ സ്വലാത്തിനെ വിമർശിച്ചോ? ഇല്ല. സ്വലാത്തിന്റെ പുണ്യത്തെ തള്ളിയോ? ഇല്ല. സ്വലാത്ത് ചൊല്ലണം, അതിന് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞവരാണ്. പക്ഷേ സ്വലാത്തിന്റെ മറവിൽ നടത്തുന്ന ചൂഷണങ്ങളെ നമ്മൾ എതിർത്തു. അപ്പൊ പറഞ്ഞു സ്വലാത്ത് വിരോധികൾ. പരിശുദ്ധ റമദാനിൽ ഒറ്റയായ രാവിൽ 1000 മാസങ്ങളുടെ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലാണ് നമ്മൾ വചനമിരിക്കേണ്ടത്. സ്വലാത്തും തഹജ്ജുദും തറാവീഹും നമസ്കരിക്കേണ്ടത് അവിടുന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരും സ്വഹാബത്തും അവിടുത്തെ ഭാര്യമാരും ഒക്കെ പള്ളിയിലാണ് ഇത്തികാഫ് ഇരുന്നത്. അതുകൊണ്ട് നാം പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പരിശുദ്ധ റമദാനിൽ ഒറ്റയായ രാവിൽ മൈതാനത്തേക്ക് ആണിനെയും പെണ്ണിനെയും വിളിച്ചു കൊണ്ടുവന്ന് ലക്ഷങ്ങൾ തട്ടുന്ന സ്വലാത്ത് കച്ചവടം അരങ്ങേറി. നമ്മൾ പറഞ്ഞു അത് യഥാർത്ഥ കറാമത്തല്ല, അത് യഥാർത്ഥത്തിലുള്ള സ്വലാത്തിനോടുള്ള ഇമ്പമല്ല, ഹുബ്ബുർ റസൂലല്ല, ഹുബ്ബുൽ ഫുലൂസാണ്. അന്ന് നമുക്ക് ഒരുപാട് ചീത്തവാക്കുകൾ കേട്ടു, ആരോപണങ്ങൾ കേട്ടു, തങ്ങന്മാരെ കുറ്റം പറയാന്ന് പറഞ്ഞു. ഇപ്പോഴോ നമ്മളെക്കാൾ ആർജവത്തോടു കൂടി സമസ്തയിലെ EK വിഭാഗത്തിലെ പാരമ്പര്യ സമസ്തയിലെ യഥാർത്ഥ സമസ്തയെന്ന് കോടതി വിധിച്ച EK വിഭാഗത്തിലെ പണ്ഡിതന്മാർ വരെ മുജാഹിദുകളോടല്ല സമസ്തയിലെ 10,000ങ്ങളെ സാക്ഷി നിർത്തി കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെയും SKSSലെയും പ്രഗത്ഭ പ്രാസംഗികനായ അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ്, ഞാനല്ല പറയുന്നത്, അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവിനെ അറിയാത്തവരുണ്ടോ? ആ ഫൈസി കൃത്യമായി സ്വലാത്ത് നഗർ മലപ്പുറത്ത് നടക്കുന്നതും തൃശ്ശൂരിൽ നടക്കുന്നതും അതുപോലെ കാന്തപുര പോക്കർ മുസ്ലിയാരുടെ മുടിക്കച്ചവടവും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കേട്ടോളൂ. അപ്പോഴാണ് മുജാഹിദുകൾ എതിർത്തത് ഇസ്ലാമിലെ സുന്നത്തിനെയല്ല, ദിക്ർ ദുആകളെയല്ല, മറിച്ച് അതിന്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളെയാണ്. നിങ്ങൾക്ക് ബോധ്യവും. നമ്മളത് അന്ന് പറഞ്ഞപ്പോ ചീഞ്ഞ കോയിമുട്ടുകൊണ്ട് ഏറ് കിട്ടി, ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു. എന്നാൽ അന്ന് നമ്മൾ പറയുന്നേക്കാൾ തീവ്രതയോടുകൂടി അവർ പറയുന്ന ഭാഗം നിങ്ങൾ കൃത്യമായി ഒന്ന് കേൾക്കുക. ഈ തരത്തിൽ വഞ്ചന മാത്രം കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മനുഷ്യൻ സ്വലാത്ത് വിറ്റ് കാശാക്കുന്നത് അനുയായികൾക്ക് തന്നെ പഠിപ്പിച്ചത്. ഉസ്താദ് നിന്നും പാത്തിയാൽ പിന്നെ ശിഷ്യൻ എന്ത് ചെയ്യും? മരത്തുമ കയറി പാത്തുന്ന അതിൽ പെട്ടതാ കാന്തപുരത്തിലെ ശിഷ്യന്മാർ. നാട് നിറയെ സ്വലാത്ത് കൊണ്ടു കിടക്കുക. കൂരിക്കുഴി തങ്ങൾ എന്ന് പറഞ്ഞ തങ്ങളുണ്ടായിരുന്നു സ്വലാത്തിന്റെ തങ്ങള്. കൂരിക്കുഴി തങ്ങൾ എന്ന് പറഞ്ഞ സ്വലാത്ത് എന്താ തങ്ങളുടെ അവസ്ഥ? കൂരിക്കുഴി തങ്ങൾ എന്ന് പറഞ്ഞ സ്വലാത്തിന്റെ അവസ്ഥ 10,000ങ്ങൾ തടിച്ചുകൂടല്ലേ സ്വലാത്ത്. കാരണം സ്വലാത്ത് നിറയെ കറാമത്താ. ഈ സ്വലാത്തിൽ കൂടുന്ന ആൾക്കാരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുക, വലിയ വലിയ ഗൗരവകരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാ. പൂരിക്കുഴി തങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നടത്തിയ ഫേമസ് ആയ സ്വലാത്ത്, ആ സ്വലാത്ത് കാന്തപുരം വിഭാഗം നടത്തിയ ആ സ്വലാത്തിൽ എങ്ങനെ അത് പൊളിഞ്ഞു പോയിരുന്നു? ആ സ്വലാത്ത് നമ്മൾ പിരിച്ചുവിട്ട് ഇയാൾ പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം എന്താ ഉണ്ടായത്? ഈ സ്വലാത്ത് ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ കാരണം ഇയാൾ കൊല്ലത്ത് നാടകശാല നടത്തുന്ന ഒരു നാടകശാലയിലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ വശീകരിച്ച് അയാൾക്ക് 2000 റുപ്യ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് അംഗവൈകല്യം ബാധിച്ച ആളായി അഭിനയിച്ചുകൊണ്ട് സ്വലാത്തിന്റെ മജ്‌ലിസ് വന്നു. ആള് സദസ്സിങ്ങനെ കയറി വന്ന് കാണും, നല്ല അംഗവൈകല്യം അഭിനയിക്കുന്ന ആൾക്ക് ശരിക്കറിയാലോ, ഇയാൾക്ക് 2000 റുപ്യ കിട്ടിയാൽ പോരെ, ഇയാൾക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. ഇയാൾ അംഗവൈകല്യം ബാധിച്ച ആളായിട്ട് ആ സ്വലാത്ത് മജ്‌ലിസിന്റെ മുന്നിൽ വന്നിരുന്ന എല്ലാവരും കണ്ടു. പൂരിക്കുഴി തങ്ങളോട് സ്വലാത്ത് ദുആ ചെയ്യാൻ പറഞ്ഞു. തങ്ങൾ നന്നായി പറഞ്ഞു, കാലിന് സ്വാധീനമില്ലാത്ത ഇത്ര വർഷങ്ങളായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഇയാളുടെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യും സ്വലാത്തിലിട്ട്. ആ ദുആ കഴിയേണ്ട താമസം ഇയാൾ കാലട് നേരെയായി, ഇയാൾ എഴുന്നേറ്റു, സുഖമായി നടക്കുന്നു, ഓടുന്നു, വളരെ സന്തോഷം. ഇത് ആരവത്തോടുകൂടി ഇവിടെ പറഞ്ഞപ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾ കൃത്യമായി കണ്ടുപിടുത്തി തിരിച്ചറിഞ്ഞപ്പോൾ കൂരിക്കുഴി തങ്ങൾ അവിടെ നിന്ന് പുറത്താക്കി എന്ന് മാത്രമല്ല, കൂരിക്കുഴി തങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ കബീല സയ്യിദാണോ തങ്ങളാണോ പരിശോധിച്ചപ്പോൾ കൃത്യമായി കിട്ടിയ വിവരം അയാൾ സയ്യിദല്ല, ബുഖാരിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഖലീലുൽ ബുഖാരി, മലപ്പുറത്തും ബുഖാരിയ. അല്ലാഹു ആലം ഇയാളുടെ അവസ്ഥ. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ അവസ്ഥ മാജിക്കുകളാണ്, കറാമത്തുകളാണ്. അടുത്ത് നടന്നൊരു സംഭവം, ടെലിഫോൺ ഇടുക സ്വലാത്തിന്റെ ഇടയ്ക്ക്. ഹലോ, ആ അതെ തങ്ങളാണ്, പറഞ്ഞോളി. ആ ദുബൈന? അതെ അതെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഫോൺ വെച്ചു. ഇതാ ദുബൈന്നൊരു സഹോദരിയാണ് വിളിച്ചിരിക്കുന്നത്. മേജർ ഓപ്പറേഷന് വേണ്ടി തീരുമാനിച്ചിരുന്ന കേസ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നമ്മുടെ സ്വലാത്തിലേക്ക് ഇത്ര സംഖ്യ നേർച്ചു നേർന്നത് കൊണ്ട് ഡോക്ടർമാർ പരിശോധിച്ച് രോഗമെല്ലാം തിരിച്ചറിഞ്ഞ് തിയേറ്ററിൽ കടത്താതെ തിരിച്ചയച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പടച്ച റബ്ബേ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗനിർണയം നടത്തിയിട്ട് പ്രത്യേക ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പിന്നൊരു പരിശോധന ഉണ്ടോ? ശുദ്ധമായ കളവ്.
ഇവർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡോക്ടർമാരൊന്ന് മനസ്സിലായിക്കൂടെ, അന്വേഷിച്ചുകൂടെ? ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോകുന്ന വഴിയിൽ പിന്നെ പരിശോധനല്ല, കൊണ്ടുപോകലും ഓപ്പറേഷൻ ചെയ്യുവാണ്. ശുദ്ധമായ കളവ് ഈ തരത്തിൽ നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അവസാനമായി പറയട്ടെ, എന്തിനേറെ സ്വലാത്ത് വിറ്റ് കാശാക്കാൻ മടിയില്ലാത്ത ഈ വിഭാഗം ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമുടി പോലും ദുരുപയോഗം ചെയ്ത് ഉണ്ടെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ കാര്യം ഓർക്കുക, ആദരണീയരായ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ. എന്റെ പേരിൽ മനഃപൂർവ്വം കളവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലായാലും നരകത്തിൽ അവന്റെ സീറ്റ് അവൻ റിസർവ് ചെയ്ത് കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിലയിരുത്തുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ഫത്വകൾ വായിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേര് ഒരൊറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിന് മാത്രം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ നമ്മൾ തിരിച്ചറിയുക, ഇല്ല ഇല്ല, ഇനി കാന്തപുരവുമായി അയഞ്ഞ സമീപനത്തിന്റെ പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി കാന്ത പിരിച്ചുവിടാൻ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനിച്ചു പിരിഞ്ഞിരിക്കുന്നത്. അന്തസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. ഇത് യഥാർത്ഥ സമസ്ത എന്ന് കോടതി വിധിച്ച EK സമസ്തയിലെ പ്രഗത്ഭരായ ആളുകൾ 10,000-ങ്ങളെ സാക്ഷി നിർത്തി കൃത്യമായി പറഞ്ഞ അറിവാണ്. ഇതിനപ്പുറം വേറൊരു തെളിവ് വേണോ? ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവുമായി പുലബന്ധം പോലും ഇല്ലാത്തവരാണെന്ന് EK വിഭാഗം വ്യക്തമാക്കി പറയാണ്. അല്ലേ? ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ തട്ടിപ്പാണ് നടത്തുന്നത്. അതുകൊണ്ടല്ലേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഒരു മുടിക്ക് വേണ്ടി 40 കോടിയിലധികം പിരിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ ഒരിടം റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ തരാം. റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്ര പാവപ്പെട്ടവരെ പിഴിഞ്ഞു. സഹോദരങ്ങളെ, മുസ്ലിം കൈരളി കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ചതിയനുമായ മതപുരോഹിതൻ ആര് എന്ന ചോദ്യത്തിന് നിഷ്പക്ഷമതിയായ ഒരാൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉത്തരം പറയാൻ കഴിയുന്ന പേരാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നത്. മുസ്ലിം സമുദായത്തിനോടും പൊതുസമൂഹത്തിനോടും കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ഇയാൾ ചെയ്തു കൂട്ടിയ ചതികളും വഞ്ചനകളും നെറികേടുകളും അനവധി നിരവധിയാണ്. തൊട്ടതെല്ലാം വിവാദമാക്കുക, അല്ല വിവാദങ്ങളിൽ മാത്രം പോയി തൊടുക എന്നുള്ളത് ജീവിതചര്യയാക്കി മാറ്റിയ ഒരു മതപുരോഹിതനാണ് ഇയാൾ. എന്താണ് സംഭവം? കഴിഞ്ഞ 10-15 വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ മുസ്ലിം സമൂഹത്തിൽ അഴിച്ചുവിട്ട വിവാദ കൊടുങ്കാറ്റായിരുന്നു മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന പേരിൽ ഇയാൾ എവിടെ നിന്നോ നുള്ളിപ്പെറുക്കി കൊണ്ടുവന്ന ഒരു മുടി, അത് തിരുനബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് ഭക്തന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആ മുടി സൂക്ഷിക്കാൻ 40 കോടിയുടെ പള്ളി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നടത്തിയ വ്യാപകമായ പണപ്പിരിവും അതിന്റെ പേരിലുണ്ടായ കോലാഹലങ്ങളും അതിന്റെ ബാക്കി പത്രമെന്നോണം ഏറ്റവും ഒടുവിൽ ഇയാൾ പൊട്ടിച്ചിരിക്കുന്ന വെടിയാണ് തന്റെ കയ്യിലുള്ള മർക്കസിലുള്ള തിരുനബിയുടെ മുടി എന്ന പേരിൽ താൻ കൊണ്ടു നടക്കുന്ന മുടി ഇപ്പോൾ 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഇയാൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. ആദ്യമായി അതിനെക്കുറിച്ച് ഇയാൾ പറയുന്നതൊന്ന് കാണുക. ഷേറ് മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷേർ മുബാറക്കും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ഷരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ, അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കയ്യിൻ്റെ വിരല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത്, വളരെ ബഹുമാനത്തോടു കൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ എന്താണ് ഇയാൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് പറഞ്ഞ് ഇയാൾ സൂക്ഷിച്ചിരിക്കുന്ന മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മുടി ഉണ്ടല്ലോ, ആ മുടിപ്പോ 1/2 ഇഞ്ച് വലുതായി എന്നാ പറഞ്ഞത്. 15 കൊല്ലായി ഇയാൾ ആ മുടി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്.
ആ 15 കൊല്ലത്തിനിടയിൽ ഇപ്പൊ 1/2 ഇഞ്ചാണ് ഇയാളെടുത്തുനിന്ന് വലുതായത്. ഇപ്പത് പോഷകത്തിന്റെ കുറവ് തന്നെ ഈ വളർച്ച ഇങ്ങനെ മുരടിക്കണത്. അപ്പൊ റസൂലിന്റേതാണ് എന്ന് ഇയാൾക്ക് ഉറപ്പുള്ള ഈ മുടി ഉണ്ടല്ലോ, ഇത് കൈമാറി 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 ഇയാൾ എടുത്തെത്തിയിട്ട് ഇപ്പൊ ഏകദേശം 1500 കൊല്ലായല്ലോ. ഈ 1500 കൊല്ലത്തിന്റെ ഇടയിൽ ആകെ 1/2 സെന്റിമീറ്റർ അപ്പൊ ഈ മുടി വളർന്നത് തന്നെ. റസൂലുള്ളാന്റെ മുടി ഇങ്ങനെ വളരുന്നുള്ള ഇയാൾ തന്നെ ഇയാളെ തൊള്ളോണ്ട് പറഞ്ഞത്. അപ്പൊ 1400 ചില്ലാം കൊല്ലായിട്ട് ഇങ്ങനെ ബോൺസായി ചെടിമാരി ഇങ്ങനെ വളരാതെ വളരാതെ വളർച്ച മുരടിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇപ്പൊ 15 കൊല്ലായിട്ട് ഇയാളെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് 1/2 ഇഞ്ചൊന്ന് വളർന്നത്. അതിങ്ങനെ വളരുന്നതിനനുസരിച്ച് കൊല്ലം കൊല്ലം ആരും അറിയാതെ ഇങ്ങനെ വീടിന്റെ മുറ്റത്തിലുള്ള ബുഷ് ചെടി വെട്ടി കൊടുക്കണമാർ ഇങ്ങനെ വെട്ടി ഒഴിവാക്കുണ്ടാവും. അതുമാണല്ലോ അറിയാം. ഈ 1500 കൊല്ലത്തിന്റെ ഇടയിൽ 1/2 ഇഞ്ചാണ് അത്ര വളർന്നത്. വല്ലാത്തൊരു മുരടിച്ച് തന്നെയാണിത്. നിങ്ങളൊരു കാര്യം ചെയ്യുന്നാല് കുറച്ച് കടലപ്പിണ്ണാക്കും, കുറച്ച് വേപ്പും പിണ്ണാക്കും, കുറച്ച് എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്തേക്ക്. വളരാൻ പറ്റിയ വളാണത്. ഓ, ഇതൊക്കെ വളരെ പറയുമ്പോണ്ടാവും കുറെ ആൾക്കാര്, ഓ റസൂലുള്ളാന്റെ മുടിനെ കുറിച്ചല്ല വഹാബി ആ പരിഹസിച്ച് പറയണത് എന്ന്. എടോ, റസൂലുള്ളാന്റെ മുടിയല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇന്ന് ലോകത്ത് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ആരുടെയൊക്കെ കയ്യിലെത്തിയാലും ഈ കാട്ടുകള്ളന്റെ കയ്യിലെത്തില്ല 100% ഉറപ്പുള്ളതുകൊണ്ടായി പറയണത്. റസൂലുള്ളാന്റെ മുടിയോ കാന്തപുരത്തിന്റെ കയ്യിലോ 15 കൊല്ലം മുമ്പ് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഇപ്പൊ വന്നുകാണ്ട് വലിയ അത്ഭുതത്തിൽ പറയാണ് 1/2 സെന്റിമീറ്റർ വളർന്നു. 15 കൊല്ലായിട്ട് തളർന്ന് കോമയിൽ കിടക്കുന്ന രോഗിനെ കുറിച്ച് ഡോക്ടർ വന്നുകാണ്ട് പറയാലോ, 15 കൊല്ലത്തിന് ശേഷം കാല് ചെറുതായിട്ടൊന്ന് അനങ്ങിട്ടാന്ന് എന്ന് പറയണമാരെ ഇയാളെ നീ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയെന്ന് പറയും ചെയ്യാ. എന്നിട്ട് 15 കൊല്ലം ഇയാളെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ 1/2 സെന്റിമീറ്റർ ആണ് വളർന്നാരോ. വലിയ കാര്യമായി പോയി. കഴിഞ്ഞിട്ടില്ല, മുമ്പ് പറ്റിക്കല് നിർത്തിയിട്ടില്ല. മുമ്പ് പറയാണ് ഈ റസൂലുള്ളാന്റെ എന്ന് പറയുന്ന ഈ മുടി ഉണ്ടല്ലോ, ഈ മുടിട്ട വെള്ളം, പിന്നെ റസൂലുള്ളാന്റെ ഉമിനീര് കലർന്ന മദീനത്തെ വെള്ളം, പിന്നെ റൗളയിലെ പൊടി, അതൊക്കെ പാടെ വടിച്ചക്കാടുണ്ടാക്കിയ അതൊക്കെ പാടെ കുത്തിക്കലക്കിയ ഈ സാധനമാണ് ഇപ്രാവശ്യം മർക്കസ് എന്ന് കൊടുക്കുന്നുണ്ട്. അത് എല്ലാവരും ബഹുമാന ആദരവോട് കൂടി വാങ്ങണം. എല്ലാം പാടെ കുത്തിക്കലക്കിയ സാധനം. ഇതെന്തോ കുരിക്ക് സർബത്തോ എല്ലാം പാടെ മിക്സ് ചെയ്ത് കണ്ട് കുത്തിക്കലക്കാന് തന്നെ. തമാശ പറയില്ല. ഇച്ച കഴിഞ്ഞ അടുത്ത കൊല്ലം അതും ഉണ്ടാവും. തിരുശേഷിപ്പുകൾ ഇട്ട് കുലുക്കി സർബത്ത് മർക്കസിൽ ഇതാ ഈ റബീഉൽ അവ്വലിൽ വിതരണം ചെയ്യുന്നു. അടുത്ത കൊല്ലം മർക്കസിന് മുമ്പിൽ ബോർഡുണ്ടാവും. ചിലപ്പോ പറയാൻ പറ്റൂല. ഇയാളെ മണ്ടിന്ന് എന്തൊക്കെയാണ് വരുമെന്ന് പറയാൻ പറ്റൂല. റൗലിന്ന് പഠിച്ചെടുത്ത പൊടിയായി. റൗലാന്ന് ഉദ്ദേശിക്കുന്ന ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും ആ പരിസരമുള്ള ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ഇയാൾ ഇങ്ങനെ പോയിക്കാണ്ട് പഠിച്ചെടുക്ക പൊടി. മുനിസിപ്പാലിറ്റി പണിക്കാർ റോഡ് ക്ലീൻ ചെയ്യണമാര്. എടോ കാക്ക, ഈ മക്കയിലും മദീനത്തും പോകാത്ത മുസ്ലിങ്ങൾ ഇപ്പൊ ഉണ്ടോ? ഉംറക്കാണെങ്കിലും ഉംറക്ക് ആ റസൂലുള്ളാന്റെ ഖബറും പരിസരം നിൽക്കുന്ന ആ പ്രദേശത്ത് പോയിക്കാണ്ട് ആരെ ഒരാളെങ്കിലും വിരലോടും തൊട്ട് നോക്കിയിട്ട് ഒരു പൊടിന്റെ അംശം കിട്ടുമോ? അവിടെ പോയിക്കാണ്ട് ഇയാൾ മുറം ചൂലിട്ട് പോയിക്കാണ്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ പഠിച്ചെടുത്തിട്ട് ഇങ്ങനെ പിന്നെ അതിങ്ങനെ പാക്കറ്റ് ആക്കി കൊണ്ടുവരാ. എന്ത് പറ്റിക്കലാണ് ഈ ചങ്ങായി ഈ സമുദായത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. പുരട്ടിയ വെള്ളവും കൈകൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് ഔലിപ്പാപ്പ പൊടിയും വേണോ? 2000 ഇരുന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ. ഔലിപ്പാപ്പ ജനൽമത്തെ പൊടിയാവൂല. പൊടിയാണല്ലേ. എത്ര കിലോമീറ്ററാ? 1/2 കിലോമീറ്റർ വലുതായിക്കണ ഔലിപ്പാപ്പ. എത്ര കിലോമീറ്റർ എന്നോളം വെച്ച് 1/2 കിലോമീറ്റർ വലുതായിക്കണ ഔലിപ്പാപ്പ. അല്ലോ പാപ്പ, ഇതൊക്കെ നീളം വെക്കോ? എന്താ സംശയം? നിന്റെ തലമുടി നിൽക്കണ 1/2 കിലോമീറ്റർ നീളം വെച്ചിരിക്കുന്നത്. ജീവെള്ളം ഉണ്ടല്ലേ? ജീവനുള്ള പേരെന്തൊക്കെ അവയവന്റെ അതൊന്നും 1/4 ഇഞ്ച് പോലും നീളം വെച്ചില്ലല്ലോ. ഔലിപ്പാപ്പ ജനൽമത്തെ പൊടിയെല്ലാം തീർന്നു. യാക്കോങ്ങത്തെ വരിക്കണ്. ഓളെന്താണ് അത് പുല്ലാണ്ട് വെച്ചുണ്ടാക്കണത്? അത് പാപ്പ ജനൽമത്ത് പൊടിയൊക്കെ തീർന്നത്രേ. ഔലിപ്പാപ്പ അടുക്കളയിൽ 2 ചാക്ക് വെണ്ണീർ പൊടി ഇരിക്കണ്ട, അത് എടുക്കട്ടെ? മതി, അത് മതി. മതി, അത് മതിയേനെ. കായ്മലിനോരോ ബൈകളി. വിചാരിക്കുന്നുണ്ട് അതൊക്കെ റസൂലുള്ളാഹിയുടെ സ്നേഹം കൊണ്ടാണ് കാന്തപുരം ഈ കിടന്നു കേണ്ട ഈ വരകണത് എന്നുള്ളത് തന്നെ.
അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കയ്യിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്ന് ഇയാൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ സാധനത്തിനെ കുറിച്ചാണ് ആ വിവാദം ഉണ്ടായ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞ് ബോഡി വേസ്റ്റ് എന്ന്. മനസ്സിലായോ? ആ പിണറായി വിജയന്റെ പാർട്ടിയെയും എത്ര പ്രാവശ്യം പിന്നെ ഇയാൾ താങ്ങുകയും തലോടുകയും ചെയ്തു. ഇയാൾക്ക് റസൂലുള്ളാഹിനോട് ഒരു തരി സ്നേഹമുണ്ടെങ്കിൽ, ആ റസൂലുള്ളാഹിന്റെ മുടിയാണ് തന്റെ കയ്യിലുള്ളതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ പിണറായിയെയും ആ പിണറായിയുടെ പാർട്ടിയെയും താങ്ങാൻ ഇയാൾ പോകുമോ? അപ്പൊ ഇയാൾക്ക് ഉറപ്പാണ് ഇയാളെ കയ്യിലുള്ളത് നബിന്റെ മുടിയല്ല, ഏതോ ഒരു അലവലാതി കൊടുത്ത മുടിയാണെന്ന് ഇയാൾക്ക് 100% ഉറപ്പാ. അതുകൊണ്ടാണ് പിണറായി ആ പറഞ്ഞത് ഇയാളിങ്ങനെ തലയും കുലുക്കി കേട്ടിരുന്നത്. മനസ്സിലായോ? ഒരു മറുപടി ഇയാൾ പറഞ്ഞോ ഈ കാക്ക? സുഹൃത്തുക്കളെ, ഇയാൾക്ക് ഉറപ്പാണ് ഇത് നബിന്റെ മുടിയല്ല എന്ന്. ഇത് ബോംബെയിലുള്ള ഒരു ജാലിയവാലിയും പിന്നെ അബുദാബിയിലുള്ള ഖസ്റജിമ്പാടെ കൊടുത്തതാണ് ഇയാൾക്ക്. എന്നിട്ട് ഇയാൾ നബിന്റെ മുടിയെ സ്ഥാപിക്കാൻ വേണ്ടി ആ കാലത്ത് ഇതിന്റെ സനത് വായിച്ചിരുന്നു. സനത് എന്ന് പറഞ്ഞിട്ട് ഖസ്റജിന്റെ കുടുംബ പരമ്പരയെ വായിച്ചത് ആ ഒരൊറ്റ വായിക്കലേ വായിച്ചിട്ടുള്ളൂ പേരോട്ടുകാരൻ. പിന്നെ മടക്കി വെച്ചു, പിന്നെ വായിച്ചിട്ടില്ലേ എവിടുന്നും. ഇന്നും വായിക്കാൻ തരില്ല. ധൈര്യം ഉണ്ടെങ്കിൽ വായിക്കടൂ ഇതിന്റെ സനത്. ഖസ്റജിന്റെ കുടുംബ പരമ്പര എവിടെ ചർച്ച തന്നെ? ഖസ്റജിന്റെ വാപ്പ ഇന്നാള്, വാപ്പാന്റെ വാപ്പ ഇന്നാള്, ആ വാപ്പാന്റെ വാപ്പ ഇന്നാള്. അതവിടെ തർക്കം. ഞങ്ങൾ ആരെയും പറഞ്ഞോ ഖസ്റജിന്റെ വാപ്പാനെ ഞങ്ങൾക്ക് അറിയില്ലാന്ന്, വല്യാപ്പാനെ ഞങ്ങൾ കേട്ടിട്ടില്ലാന്ന്, വാപ്പാന്റെ വാപ്പാനെ ഞങ്ങൾ കണ്ടിട്ടില്ലാന്ന്? അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഖസ്റജിന്റെ വാപ്പാന്റെ പേരും വല്യാപ്പാന്റെ വാപ്പാന്റെ പേരും അങ്ങനെ വായിക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ, അല്ലേ? സുഹൃത്തുക്കളെ, ഇയാൾ ആ കാലത്ത് പറഞ്ഞു കൂട്ടിയ വഷളത്തരത്തിനും ഉരുണ്ടുമറിയലിനും കയ്യും കണക്കില്ല. ഇയാൾ എന്തൊക്കെ പറഞ്ഞിരുന്നു അറിയോ ആ മുടിനെ കുറിച്ച്, ഇയാളെ കയ്യിലുള്ള മുടിനെ കുറിച്ച്? കേട്ടോളി. പ്രവാചകന്റെ അമാനുഷികതയിൽപ്പെട്ട പലതും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ തിരുകേശം കത്തുകയില്ല എന്നത്, അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്. അങ്ങനെ പലതും ഉണ്ട്. അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്, അങ്ങനെ പലതും ഉണ്ട്. എന്താ മൂപ്പര പറഞ്ഞത്? പ്രവാചകന്റെ അമാനുഷികതയിൽപ്പെട്ടതാണ് അവിടുത്തെ മുടി കത്തുകയില്ല, അതിന് നിഴലുണ്ടാവുകയില്ല എന്നത്. ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ആ മുടിന്റെ കെട്ടിങ്ങനെ എടുക്കുമ്പോ അതിന്റെ നിഴല് കൃത്യമായിട്ട് കാണുന്നുണ്ട്. മുടി കത്തൂലാന്നോ? എടോ, ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടോ മർക്കസില് അല്ലെങ്കിൽ ഏപ്പിക്കാരെ കൂടുതല്? കാന്തപുരത്തിന് ഞങ്ങൾ വെല്ലുവിളിക്കണില്ല. അയാൾക്കായാലും വയസ്സായി. അയാൾക്കിപ്പോ ഈ ചന്നിയെ ഇളകിയ പ്രായത്തില് ഹക്കീമ് പറഞ്ഞത് ഇങ്ങനെ ഏറ്റുപറല്ലാതെ വേറെ ഏർപ്പാടൊന്നുമില്ല. കാന്തപുരത്തിന്റെ വാലാട്ടികളായ ആൾക്കാരോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങളെ കയ്യിലുള്ള മുടി ഞങ്ങൾ കത്തിച്ചാണ് കാണിച്ചു തരാം. അത് മുടിയാണ് എന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കത്തിക്കണ കാര്യം ഞങ്ങൾ ഏറ്റെടും. നബിന്റെ മുടി കത്തിക്ക്, ഞങ്ങൾ ഇതിന് അവസരം തരൂല. എടോ, നബിന്റെ മുടിയല്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞങ്ങൾ കത്തിച്ച് കാണിച്ചു തരാന്ന് പറയണത്. മനസ്സിലായോ? നിങ്ങൾ കണ്ണി കണ്ട ബോംബെ തെരുവെന്നും ഓരോ ഗല്ലിന്നും ഓരോന്ന് വലിച്ചു കൊണ്ടുവരാ നബിന്റെ മുടിയാണ്, മറ്റേതാണ്, മറിച്ചാണ്. എന്നിട്ട് അങ്ങനെ ജനങ്ങളെ പറ്റിക്കുക. എന്താ നിങ്ങൾ വിചാരിച്ചത് കത്തൂലാന്നോ? നിങ്ങളെ കയ്യിലുള്ള മുടി കത്തൂല നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ കയ്യിലുള്ള മുടി പ്രവാചകന്റെ മുടിയാണെങ്കിൽ അത് നേലുണ്ടാവില്ല എന്നല്ല നിങ്ങൾ പറയണത്. നിങ്ങളെ കയ്യിലുള്ള മുടിക്കല്ല നേല് കാണുന്നത്, അപ്പൊ പിന്നെ കത്തൂലേ? എന്ത് പൊട്ടത്തരാണ് ഈ ചങ്ങായി വിളിച്ചു പറയണത്? ഏതായാലും കൗമിന് ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഇയാളെ തൊള്ളിന്ന് എന്ത് വീണാലും അതൊക്കെ തക്ബീറല്ലി പാസ്സാക്കി കൊടുക്കണ ഒരു വൃത്തികെട്ട അന്തല്ലാത്തൊരു കൗമല്ല ഇയാളെ കൗമ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരുകേശ സനതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. 2005 വിശ്വാസ സമൂഹത്തിനു മുന്നിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതരിപ്പിച്ച മുടി തിരുകേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സഖാഫി മലയമ്മ പറഞ്ഞു. ആ കേശത്തിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റ രേഖ വ്യാജമാണെന്നും സനത് തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് സഖാഫി അവകാശപ്പെടുന്നു. കൈവശമുണ്ടായിരുന്ന 2 കേശങ്ങളിലൊന്ന് കാന്തപുരം ഗൾഫിലെ സുഹൃത്തിന് സമ്മാനിച്ചിരുന്നു. ആ സുഹൃത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനദിന്റെ ആവശ്യകതയുണ്ടായത്. തുടർന്ന് സനതുണ്ടാക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. കാദരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പര രേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സനതുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഹമ്മദ് സഖാഫി പറയുന്നു. ആ സർട്ടിഫിക്കറ്റിലുള്ള 6 പേരുടെ പേരും ഈ പറയപ്പെടുന്ന സിൽസിലയും രണ്ടും കൂടി കൊളത്തി ടാക്സ് ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ സന്നദ്ധ ഉണ്ടായത്. അതാണ് ഈ കോട്ടക്കൽ വായിച്ചത്. ഇല്ലാത്തൊരു മുടിയുടെ പേരിൽ ഇല്ലാത്തൊരു സന്നദ്ധ ഉണ്ടാക്കി. എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ മജീദ് ബാക്കഫി എന്നയാൾ കൃത്രിമ സനതുണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി.
മാത്രമല്ല ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് ഇ കെ സുന്നി വിഭാഗത്തോടൊപ്പം ചേർന്നതായും മുഹമ്മദ് സഖാഫി പറഞ്ഞു. ഏതായാലും തിരുകേശ വിവാദത്തിനു പിന്നാലെ കാന്തപുരത്തിന് ആദ്യം ലഭിച്ച കേശത്തിന്റെ സനത് കൃത്രിമമാണെന്ന വെളിപ്പെടുത്തലും ഇരു സുന്നി വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കും. ഇന്ത്യ വിഷൻ, കോഴിക്കോട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശക്തമായി രംഗത്തിറങ്ങിയപ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ആത്മീയ ചൂഷണത്തിനെതിരെ ഇ കെ സമസ്ത രംഗത്തിറങ്ങി. അല്ലോ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മുടി വ്യാജമാണെന്നും അത് സനദില്ലാത്തതാണെന്നും തട്ടിപ്പാണെന്നും വ്യക്തമായി പറഞ്ഞു. ഞാനല്ല പറയുന്നത്, അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ്, ഞാളെ പേര് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ഞമ്മക്കതൊക്കെ കൃത്യമായിട്ട് അറിയാം. ആ വ്യക്തി കോട്ടക്കലിൽ വെച്ച് പ്രസംഗിച്ചതാണ്. ഇനി എവിടുത്തെ പ്രസംഗാണ് സംശയിക്കണ്ട, കൃത്യമായി കേട്ടോളൂ. പേരുള്ള പ്രേമ സഖാഫിലെ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഷെയർ മുബാറക്ക് എന്തിനാണ് അവരുണ്ടാക്കിയത് എന്ന് പറഞ്ഞു തരും, കേട്ടോളൂ. പള്ളി ഉണ്ടാക്കുന്ന ആരോ ഞങ്ങൾ കൂട്ടി പ്രസംഗിച്ചപ്പോ ഒരാൾ പറഞ്ഞു, ഈ മുടിക്ക് വേണ്ടി പ്രത്യേകമായി പള്ളി ഉണ്ടാക്കൽ എവിടെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി പറയുന്നത് എന്താന്ന് വെച്ചാല്, കേൾക്ക്, മുടി ഉണ്ടാക്കാനല്ല പോലും പള്ളി. ഒരേ ശ്വാസത്തിൽ രണ്ടും പറയുന്നു. മുടിക്കല്ല പള്ളി, മുടി സംരക്ഷിക്കാനല്ല പള്ളി, നിക്കിക്കാനാ പള്ളി. മുടി സംരക്ഷിക്കാൻ അല്ല പള്ളി, ആ മുടി ദർശിക്കാൻ വരുന്നവർക്ക് നിസ്കരിക്കാനാണ് പള്ളി. അവിടെ വരുന്ന ആളുകൾക്ക് സൗകര്യത്തിനാണ് പള്ളി. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ മുടി കൊണ്ടുപോയി സൂക്ഷിച്ചാലേ എല്ലാവർക്കും അതിന്റെ ബറക്കത്തെടുക്കാനുള്ള സൗകര്യം കിട്ടൂ. അവൻ മുടി സൂക്ഷിക്കാനാണ് പള്ളി, മുടി സൂക്ഷിക്കാനല്ല പള്ളി. മനസ്സിലായില്ലേ? മുടി സംരക്ഷിക്കാനല്ല പള്ളി, മുടി കാണാൻ വരുന്നവർക്ക് വേണ്ടി നിസ്കരിക്കാനാണ് പള്ളി എന്ന് പറയുന്നു. ഇനി അതും അല്ലാന്നാ തോന്നുന്നു. എന്താ വെച്ചാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് തന്നെ പറയുന്നുണ്ട് വേറെ. താജ് ഇവിടെ നേരത്തെ മരിച്ചുപോയൊരു രാജ്ഞിയുടെ പേരിൽ ഒരു വലിയ താജ്മഹൽ നിർമ്മിച്ചപ്പോ ആ നിർമ്മിച്ച രാജാവ് മരണപ്പെട്ടു പോയി. കാലം കുറെ കഴിഞ്ഞെങ്കിലും ഇന്നും ഇന്ത്യ രാജ്യത്തിന് അഭിമാനമാണ്. ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ്, ഇന്ത്യ രാജ്യത്തിനത് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. എങ്കിൽ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും യഥാ കൊടുത്ത മഹാനായ കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്തുള്ള 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും അവരുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കുകയും ചെയ്യുന്നൊരു പരിപാടി അല്ലേ? ഏത് വർക്ക് നടക്കുമ്പോഴും എത്ര പാവപ്പെട്ടവർക്കാണ് തൊഴിൽ കിട്ടുക, എത്ര പാവപ്പെട്ടവർക്കാണ് തൊഴിൽ കിട്ടുക. അതിനു വേണ്ടിയാണ് ഈ പള്ളി ഉണ്ടാക്കുന്നത്. അതിന്റെ പരിസരത്ത് സഹോദരന്മാരെ ഉയർന്ന ടൗൺഷിപ്പ് ഉയർന്നു വരുന്നുണ്ട്. ആ ഉയർന്നു വരുന്ന ടൗൺഷിപ്പിൽ ഞങ്ങൾ ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലാറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്, വില്ലാ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്, ഷെയർ ചേർക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏക്കർ കണക്കിന് തലത്ത് ഞങ്ങൾ ഇങ്ങനെ ബിസിനസ് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് സഹോദരന്മാരെ? നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് എന്നാ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് എന്താ അതുകൊണ്ട്? ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ അവിടെ മുടി വെച്ചാൽ ആ സനതൊന്നുമില്ലാത്ത മുടിയാണെന്നറിഞ്ഞുകൊണ്ടാണെങ്കിലും വെച്ചാൽ ഇതൊന്നും അറിയാത്ത കുറെ പൊട്ടന്മാര് പല ഭാഗത്തു നിന്നും വരുമല്ലോ. അങ്ങനെ വന്നാൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പണിയുമില്ലല്ലോ. അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസം വരുന്ന 25,000 ആള്, ആയിരക്കണക്കിന് ആളുകൾ ഈ പണ്ടാരത്തിൽ പൈസ ഇട്ടാൽ ദിവസവും പിരിവിന് പിന്നെ വല്ലതും ചിന്തിക്കാനുണ്ടോ? വരുമാനം അങ്ങനെ ഉണ്ടാകല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് സ്ഥിരം വരുമാനം ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്ന് നിന്ന് തന്നാല് അതിനല്ലേ ഞങ്ങൾ ഐക്യമൊക്കെ പറഞ്ഞ് നടന്നത്. ഈ വെള്ളം നിങ്ങളെ കൊണ്ട് വിപ്പിക്കാനല്ലേ ഞങ്ങൾ ശ്രമിച്ചത്. അത് നടക്കാതെ പോയത് കൊണ്ടല്ലേ സഹോദരങ്ങളെ. അപ്പോ ഐക്യാഹ്വാനത്തിന്റെ പേര് പറഞ്ഞ് ശിഹാബദങ്ങൾക്കും അതുപോലെ തന്നെ മുൻഗാമികളായ ഇ കെ പണ്ഡിതന്മാർക്ക് വേണ്ടിയൊക്കെ ദ്വാരിക്കണിന്റെ ഉദ്ദേശം അതിന്റെ മറവ് കൂടെ ഈ കരിഞ്ചന്ത ചെലവഴിക്കണം. അന്തസ്സും അഭിമാനബോധവും പാരമ്പര്യമായ പ്രസ്ഥാന പ്രതിബദ്ധതയുമുള്ള ഒരു ഇ കെ സമസ്തക്കാരൻ ഉൾക്കൊള്ളാൻ കഴിയോ ഈ നെറികേട്? പറ്റുമോ? നിങ്ങൾ ചിന്തിക്ക് സഹോദരങ്ങളെ. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നേക്കാൾ ആർജവത്തോടുകൂടി നിങ്ങളെ നേതാക്കന്മാരായി പറയുന്നത് നമ്മളൊരു വ്യക്തിവിരോധത്തിന്റെ പേര് അയാൾക്ക് 4 മുക്കാല് കിട്ടണമുള്ള അസൂയാണ്. ഇതെന്താ? ആത്മീയ ചൂഷണത്തിനെതിരെയാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തിറങ്ങി
ഈ നെറുകേട് ന്യായീകരിക്കാൻ എനിക്ക് പറ്റൂല എന്ന് മനസ്സിലാക്കി ഈ കെ വിഭാഗത്തിലേക്ക് വന്ന ആളാ ഇസ്മായിൽ സഖാഫി. ഇസ്മായിൽ സഖാഫി ഉസ്താദിനെ പറ്റിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പറ്റിയും പറയുന്ന ഒരു ഭാഗങ്ങൾ കേട്ടോളി. അതിൽ മുണ്ടണില്ല, ചില ആൾക്കാർ മുണ്ടണില്ല. നമ്മളെ മറ്റേ കവി പറഞ്ഞില്ലേ, മന്നനോ മന്നൻ മതിമറന്നു തൂങ്ങി, മങ്കയോ മങ്ക പൊരുളറിഞ്ഞു തൂങ്ങി, എടാ എരപ്പാളി നീ എന്തിനു തൂങ്ങി. AP ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തൂങ്ങി, അനന്തരാവകാശം കിട്ടുമെന്ന് കരുതി ഹക്കീമും തൂങ്ങി. ഈ പാവം പേരോട് എന്തിനാ തൂങ്ങിയത്? എന്താ പിടുത്തം കിട്ടാത്ത? നിങ്ങൾ ആലോചിച്ച് ഇയാൾ എന്തിനാ തൂങ്ങിയത്? ഉസ്താദും തൂങ്ങി, മോനും തൂങ്ങി. ഇതിൽ നല്ലൊരു പരിപാടി വെച്ച് മൂട്ടിൽ മൂപ്പറും തൂങ്ങി. പാവം. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ഏർപ്പാട് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. എങ്ങനെ കുറച്ചൊക്കെ നോണ അറിയാണെങ്കിലും നോണ പറയാൻ ചിന്തിച്ചിട്ടേ പറയുള്ളൂ. ഇത് ഇയാൾക്ക് ഇത് എന്താ പറയേണ്ടി അറിയില്ല. ഞാനിന്ന് കുറെ കാസറ്റൊക്കെ കേട്ടി. അപ്പുറത്ത് മൂപ്പർ പറയുന്ന സനതുണ്ട്, ഇപ്പുറത്ത് പറയുമ്പോൾ മൂപ്പർ തിരുത്തി, വേറൊരുത്തർ മൂപ്പർ ചൂടാകുക. ഇതൊന്നും ഇരുന്ന് പഠിച്ചിട്ട് പറഞ്ഞാ പോരെ? കാളെ പെറ്റെന്ന് കേൾക്കുമ്പോൾ ഒരു ലോഡ് കയറ് വാങ്ങണോ? കാളെ പേറുവോ നോക്കണ്ടേ? എന്റെ കുട്ടികൾ ഒരു കാര്യം ഉറപ്പാട്ടോ, ഖിയാമന്നാൾ വരെ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അഥറിന്റെ കഷ്ണം പിടിക്കാനുള്ള വിശുദ്ധി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കില്ല. സഹോദരങ്ങളെ, കൃത്യമായി നിങ്ങൾ കേൾക്കണം, അറിയണം, ഗൗരവം ആലോചിക്കണം. നിസാര കാര്യമല്ല. 9-ാം അധ്യായം സൂറത്ത് തൗബ 34-35 ആയത്തിലൂടെ അല്ലാഹു തആല 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങളായ നമ്മെ വിളിച്ചുകൊണ്ട് താക്കീ നൽകിയ ഒരു കാര്യമാണിത്. എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അല്ലാഹു പറയാണ്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അർത്ഥം പോയി പരിശോധിച്ചോളി. സമസ്ത ആലിമീങ്ങൾ എഴുതിയ ഖുർആന്റെ തഫ്സീർ നോക്കിക്കോളി. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ക്രിസ്ത്യാനികളല്ല, ഹിന്ദുക്കളല്ല, മുസ്ലിങ്ങളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം പേർ, യഅകുലൂന അംവാലൻ നാസ്, ജനങ്ങളുടെ മുതൽ തിന്നുന്നവരാണ്, ബിൽ ബാത്തിൽ, അന്യായമായി, അന്യായമായി ചൂഷണത്തിലൂടെ തിന്നുന്നു മാത്രമല്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിന് പോലെ ഈ പണ്ഡിതന്മാർ തെറ്റിച്ചു കളയുന്ന അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കണം. ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം ഇഞ്ചക്ഷൻ കുത്തിവെക്കുക, വൈരാഗ്യബോധം കുത്തിവെക്കുകയാണ് ഇവിടെ. എന്താ ചെയ്തത്? മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു സഹോദരനുമായി സ്നേഹബന്ധം പാടില്ല, അവനെ കണ്ട സലാം പറയരുത്, അവരുടെ മയ്യത്ത് നിസ്കരിക്കരുത്, അവരുമായി വിവാഹബന്ധം പാടില്ല. അപ്പൊ ഇവിടെ എത്ര സുന്നി സഹോദരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് മുജാഹിദുകളായിട്ട്? എത്ര കുടുംബങ്ങൾ ഇവിടെ കണ്ണികളായി കോർത്തിണക്കപ്പെട്ടിട്ടുണ്ട്? ഓലെ കാര്യോ സമസ്തിക്ക് കൊണ്ടുവരാൻ നോക്കണം, അല്ലെങ്കിൽ തൊലാക്കല്ലണം. എന്താ വിലക്ക് നിലവാരം? പണ്ഡിതന്മാര് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. തൊലാഖ് എന്ന് പറഞ്ഞാലോ റബ്ബിന്റെ സിംഹാസനം വരെ ആ തൊലാഖിന്റെ പേരിൽ എന്താണ് ആകുക? നിങ്ങൾ ഹദീസിൽ കേട്ടിട്ടില്ലേ? റബ്ബിന് ഏറ്റവും കോപമുള്ള ഒരു പ്രവർത്തനമാണെന്ന് കേട്ടിട്ടില്ലേ? നിസാര കാര്യമാണ്. ഒരു കാലത്തെ ബന്ധം കണ്ട് വിച്ഛേദിക്കാം എന്ന് അങ്ങക്ക് അറിയോ? ഇത് പറഞ്ഞതിന്റെ കുരുത്തക്കേടാണ്, നമ്മളെ കറാമത്താണ് നമ്മൾ പറയില്ല. ഇത് സമൂഹത്തിൽ പറഞ്ഞു പഠിപ്പിച്ചപ്പോ സമസ്തയിലെ ആളുകൾ സ്വന്തം നെഞ്ചിലേക്ക് ശരവർഷം തിരിച്ചുവിട്ടു. തുടർന്ന് സ്കരിക്കാൻ പറ്റുമോ, ഇവര് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, ഇവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കാൻ പറ്റുമോ അല്ലേ എന്നുള്ളത് മുജാഹിദുകളോടല്ല ഒരു ചോദിച്ചത്, മറിച്ച് സമസ്തയിലെ ആലിമീങ്ങളോട് ചോദിച്ചു. ഈ സമസ്തയിലെ വിഘടിത വിഭാഗത്തില് ഇപ്പറഞ്ഞ ആൾക്കാരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ, ഓലെ കൂടെ ഒരു മുസ്ലിമുള്ള ബന്ധം പറ്റുമോ എന്നാ ചോദ്യം. ഞാനല്ല ചോദിക്കുന്നത്, സമസ്തയിലെ പ്രവർത്തകർ AP വിഭാഗക്കാരെ പറ്റി ചോദിക്കുകയാണ്. കേട്ടോളൂ സഹോദരങ്ങളെ. എന്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേഗ തിരികേശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനില നടത്തുന്ന കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്തരം തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പേര് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുന്ന കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ?
ഷാഫി മദ്ഹബ് പറ്റില്ല എന്ന്. അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് തുടരാൻ പറ്റൂല. മാസം പ്രഖ്യാപിച്ച നോമ്പും പെരുന്നാളും കൊണ്ടാടാൻ പറ്റൂല. അർത്ഥ തിന്നാൻ വരെ പറ്റൂല. അതായി എവിടെത്തി? ഇത് ബൂമറാങ് പോലെ നെറ്റിയിലേക്ക് പണ്ഡിതന്മാർക്ക് തിരിച്ചടിച്ചതാ. കാരണം ഐക്യത്തോടും സ്നേഹത്തോടും കൂടി കഴിയുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ചിഹ്നതയും വൃദ്ധതയും പിന്നെ ഈ രൂപത്തില് തീവ്രത ഉണ്ടാക്കി. നമ്മൾ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, പഠിക്കണം, തെറ്റാണെങ്കിൽ തിരുത്തണം. അതാണ് വേണ്ടത്. ഇതിന്റെ മുടി തന്നെയാണ് കാന്തപുരസ്താവിന്റെ കയ്യിലുള്ളത്. അപ്പൊ പിന്നെ ഇയാൾ അടുത്ത നമ്പർ ഇതാ, ഈ മുടി സൂക്ഷിക്കാൻ 40 കോടിയുടെ പള്ളി കോഴിക്കോട് സിറ്റിയിൽ തന്നെ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് ഷെയർ തന്നോളി, എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടാൻ വേണ്ടി എല്ലാരും തന്നോളി പൈസ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിരിച്ചു. 40 കോടി ടാർഗറ്റ്. 40 ആണോ പിരിച്ചത്, 400 ആണോ പിരിച്ചത്, 4000 കോടിയാണോ പിരിച്ചത്? ആര് ചോദിക്കാനാണ് ഇയാളോട്? അനുയായികൾ ചോദിക്കോ? ഇയാളെന്നെ പറയണ്ടേ, ഞങ്ങള് ഇനി ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിലും അത് പൊരുത്തത്തോടെ തന്ന അനുയായികളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ഇയാൾ വേറെ പ്രസംഗത്തിൽ പറയണ്ടേ. അങ്ങനെ 40 കോടിന്റെ ഷെയറെ മുബാറക്ക് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഇയാള് പൈസ പിരിവോട് പിരിവ്. നബിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു അലവലാദിന്റെ മുടി കൊടുത്തിട്ടാണ് ഈ കളി മീൻ കളിക്കുന്നത്. മനസ്സിലായോ? കൊല്ലം 15 പിരിവ് കഴിഞ്ഞിട്ട് എവിടെയോ 40 കോടിന്റെ പള്ളി പറഞ്ഞുകൊണ്ടോ കാണിച്ചുകൊണ്ടോ 40 കോടിന്റെ പള്ളി. അപ്പൊ പറയണേ, നോളജ് സിറ്റിന്റെ ഉള്ളിലുള്ള മനോഹരമായ ഒരു പള്ളിയില്ലേ, അതന്നെയാണ് നമ്മളെ പള്ളി. അതങ്ങ് പള്ളിക്കാട്ട് പോയി പറഞ്ഞാളെ ഇവിടെ പറയണ്ട, പൊതുസമൂഹത്തോട് പറയരുത്. കാരണം ആ പള്ളിയല്ല ഈ പള്ളി, അത് വേറെ പള്ളി, ഇത് വേറെ പള്ളി. അത് സാക്ഷാൽ കാന്തപുരം തന്നെ അക്കാലത്ത് ഒരു ചാനലിൽ വന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കേട്ടോളി. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ ഒന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ. അക്കാര്യത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ കുറച്ച് സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിൻ്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഉടനെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോൾ പല പിന്നെ ആസാറ് എന്ന് പറയും അറബിയിൽ. ഈ ആസാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. അത് ഒരു പള്ളിയോടനുബന്ധിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ കെട്ടിടമായിരിക്കും. അത് പള്ളിയിലല്ല, അത് പള്ളിയോടനുബന്ധിച്ച് സ്പെഷ്യൽ കെട്ടിടത്തിൽ അതെല്ലാം തിരുശേഷിപ്പുകൾ മുഴുവനും വരും. തിരുശേഷിപ്പുകളൊക്കെ വെച്ചുള്ള ഒരു പള്ളിയെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് ചോദിച്ചത്. അതിൽ നിന്ന് പിന്മാറുന്നില്ല? എന്തായാലും ഒരിക്കലും പിന്മാറില്ല. അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്ദി. നോളജ് സിറ്റിയിലെ പള്ളി തന്നെയാണ് ഷെയറെ മുബാറക്ക് മസ്ജിദ് എന്ന് പുലമ്പുന്ന അനുയായികള്, കാന്തപുരത്തിന്റെ കുഞ്ഞാടുകള് 2 ചെവിയും തുറന്നു വെച്ച് കേട്ടോ. നോളജ് സിറ്റിയിലെ പള്ളിയല്ല ഈ പള്ളി. റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാർ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് പുതിയ പ്രവർത്തനം? നോളജ് സിറ്റിയിൽ പള്ളി ഉണ്ടോ? മുമ്പ് പറയാ, അല്ലല്ല, നോളജ് സിറ്റിയിലെ പള്ളിന്റെ പരിപാടി ഒന്നുമില്ല. ഈ പള്ളി ഞങ്ങൾ കോഴിക്കോട് ടൗണിൽ തന്നെ വേറെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫില്ലറും തൂണും കമ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ നെട്ടും പൊട്ടും കൊട്ടുകാണ്ട് കൊടുന്ന് മുറുക്കിയാൽ മതി, പള്ളി റെഡി. അതും തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നുണ്ട്. പള്ളിന്റെ ഉള്ളിലൊന്നല്ല, പള്ളിനോട് ചാറ്റിട്ട് വേറൊരു ബിൽഡിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞ ഇയാളോട് ചോദിക്കട്ടെ, ഇയാൾ അനുയായികളോട് ചോദിക്കട്ടെ, എവിടെയോ പള്ളി 40 കോടിന്റെ പള്ളി? ഞങ്ങൾ ആരും കോഴിക്കോട് സിറ്റിയിലെ പള്ളി കണ്ടിട്ടില്ലല്ലോ. വാനിഷിംഗ് ഷെയറെ മുബാറക് എന്നിട്ട് ഇങ്ങനെ മാഞ്ഞു പോയോ? മാജിക്, മുതുകാരന്റെ മാജിക് പോലെ അതിങ്ങനെ അന്തരീക്ഷത്തിൽ ലയിച്ചു പോയോ? നിങ്ങൾ ആൾക്കാർ മാത്രം ചെന്നാ കാണുന്ന പള്ളിയാണ് ആ പള്ളി തന്നെ. പറ്റിക്കുന്ന ജനങ്ങള് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ട് 40 കോടിന്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് 40-400 കോടി പോക്കറ്റിലാക്കിയിട്ട് സുഖിച്ച് ജീവിക്കുന്ന ഇയാള്. മനസ്സിലായോ? എന്നിട്ട് ഇപ്പോഴും പൊക്കി പിടിച്ച് കൊടുന്നൊക്ക നബിന്റെ മുടി എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിന്റെ കാരണം? ഞാൻ വരുന്നുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇയാൾ നബിന്റെ മുടി വളർന്നു എന്ന് പറഞ്ഞിട്ട് വരാനുള്ള കാരണം എന്താണുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി ഇതൊക്കെ പറയുമ്പോഴും പറയും ഇത് വഹാബി അസൂയോണ്ട് പറയാണ്, ഷെയ്ഖുന് അങ്ങനെ 40 കോടിന്റെ പള്ളി ഉണ്ടാക്കണമെന്നുള്ള കണ്ണുകടി കൊണ്ട് പറയണെന്ന് പറയും. എടോ, ഞങ്ങള് മാത്രല്ല, ഇതിനെക്കുറിച്ച്, ഇത് കാന്തപുരം നടത്തി ഈ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട രണ്ടാമനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പോലും ഈ പള്ളിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇയാൾ എവിടുന്ന ഈ പള്ളി ഉണ്ടാക്കാനുള്ള ഐഡിയ ഉണ്ടായതെന്നൊക്കെ പൊന്മളന്നെ പറയട്ടെ. അത് ഇതിന്റെ ഒരു കാരണം, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മള് നിങ്ങളോട് പറയുന്നത് എനിക്ക് പറഞ്ഞത് പുറത്തു പറയണ്ട, നമ്മൾക്കൊക്കെ ഉള്ള ഒരു സംഗതി, ഉസ്താദ് ഇങ്ങനത്തെ കാര്യങ്ങള്
സ്വകാര്യ മേഖലയിൽ തീരുമാനിച്ച് ഇത് വിഷയങ്ങളാകുമ്പോഴാണ് നമ്മളെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ഒരു കൂടിയാലോചന നടത്തണ്ടേ? അതെ തീർച്ചയായും. ഞാൻ നാളെ ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കാൻ എവിടുന്ന ഉസ്താദ് തീരുമാനിച്ചു ചോദിച്ചു. ഇത് ആര് തീരുമാനിച്ചാ? നമ്മളെല്ലാരും പറഞ്ഞിട്ടപ്പോ അങ്ങനെ കൂപ്പറുമായിട്ട് കണ്ടപ്പോ നമ്മളറിയണേ ഇത് എവിടുന്നായി തീരുമാനിച്ചു, ആരാ ഇതിന്റെ ആൾക്കാർ? ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരുപാട് വിഷയം, ഇതൊക്കെ അവസാനം വരുമ്പോ സംഘം ഏറ്റെടുക്കേണ്ടി വരിക. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ ഉസ്താദിനങ്ങനെ മസ്കിട്ട് സോപ്പിട്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടി കുറച്ച് കൗമുണ്ട് അവിടെ. അവരിങ്ങനെ ഓരോരോ കൊണ്ടുണ്ടാക്കി കൈ കൊണ്ട് ഉസ്താദിന് സാധിക്കും. അവരായതിന്റെ പിന്നില്. കാരണം ഉസ്താദിനോട് ഇന്നാള് നമ്മൾ പറഞ്ഞു, ഇന്നാളത്തെ നമ്മൾ കൂടുതലല്ലേ തുറന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കൂടിയപ്പോ ഞാൻ കുറച്ച് വികാരപരിതനായി കുറെ കാര്യങ്ങളാണ് പറഞ്ഞപ്പോ അതിനെ തുറന്ന് കൂറ്റം പാടിയും പറഞ്ഞതാക്കി. ഇതിന് നല്ലൊരു പങ്ക് ഹക്കീമിനുണ്ടായിരുന്നു ഉസ്താദിന്റെ മോനക്ക് ഇങ്ങനത്തെ ഈ പ്ലാനുകളൊക്കെ ചെയ്യുന്നത്. ഈ പ്ലാനൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബിഹറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളെ കൂട്ടുപിടിച്ച് പ്ലാനൊക്കെ തയ്യാറാക്കി ഉസ്താദിന് ഉപയോഗ അവതരിപ്പിക്കുമ്പോൾ ഉസ്താദാൻ റെഡി പറയും. അപ്പൊ പിന്നെ വിഷയമായി. അങ്ങനെ പുറത്തെല്ലാം കൂടി പ്രശ്നമായി ഒച്ചപ്പാടായി. അപ്പോഴാണ് പിന്നെ സംഘടന ഏറ്റെടുക്കേണ്ടത്. പിന്നെ അപ്പൊ സംഘടന സലീക്കാതൊക്കെ വരിക, സംഘടന കൊണ്ട് വരിക. അപ്പൊ നമ്മളങ്ങ് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ സംഘടന ഏറ്റെടുക്കണമെങ്കിൽ സംഘടനക്ക് ഇതിൽ പങ്ക് വേണ്ടേ? എന്ത് സംഗതി വന്ന് മുസീബത്താലിന്റെ സംഘടന ഏറ്റെടുക്കാൻ ഞാൻ ഹക്കീമിനെ ചീത്ത പറഞ്ഞു. കാരണം ഹക്കീമിന്റെ അടുത്ത് 5 മിനിറ്റ് ദിവസപ്പെടുത്തുക. ഞാൻ പറഞ്ഞു ബാപ്പ പിന്നെ കുറെ കാലം ദീനിന്റെ പ്രവർത്തനമായി നടന്നിട്ട് പിന്നീടാണ് ബാപ്പാനെ പറ്റി ഈ ആരോപണങ്ങളൊക്കെ വരുന്നത്. ഇജിപ്പോ എന്തായാലും ഇന്നാണെപ്പോഴും ഈ രംഗത്ത് വന്നുള്ളൂ. ഇജിപ്പോ തന്നെ ഈ സാമ്പത്തിക ഇടപാട് കഴിഞ്ഞാലോ? സഹോദരങ്ങളെ ആരെയും സംസാരിക്കണറിയോ? പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാര് കാന്തപുരം കഴിഞ്ഞാൽ ആ പ്രസ്ഥാനത്തിലെ രണ്ടാമൻ മുഹിയുസുന്ന എന്ന് ഓമനപ്പേരിട്ട് ഓല് വിളിക്കണ ആള്. ഒലക്കൂടത്തിലെ ഏറ്റവും വലിയ ഫിഖിന്റെ പണ്ഡിതൻ ഒന്ന് അയാളാണ്. രണ്ടാമത്തത് മറ്റേ ത്വരപ്പൻ മാഹിക്കാരൻ ദിശ ഉണ്ടല്ലോ, പെരിച്ചായിന്റെ പണിയെടുക്കണേ. അവനാന്റെ വീടിന്റെ മൂലൊക്കെ തന്നെ ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് വീടിന്റെ തറന്നെ തുരക്കണ സാധനമുള്ള ത്വരപ്പനേലി. ആ ത്വരപ്പനേലിയാണ് രണ്ടാമത്തെ. എന്നിട്ട് അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എല്ലാം ചോർത്താണ്. അപ്പൊ അതിന്റെ അടി പൊന്മള സാധു പറയണത് പുറത്ത് പറഞ്ഞിട്ടാന്ന്. ഓ അങ്ങനെ പുറത്തു വരിയോ? പൊന്നാര മുസ്ലിയാര് അങ്ങക്ക് ഓനോട് പറഞ്ഞ കാട്ടി എന്നിട്ട് മനോരമ പേപ്പറിലോ മാതൃഭൂമി പേപ്പറിലോ കൊടുത്തുവിടുന്ന എത്ര പബ്ലിസിറ്റി ആവൂലായിരുന്നു. അതിൻ്റെതായ ആൾക്കാരെ വായിക്കൊള്ളായിരുന്നു. ഇരിക്കട്ടെ. അപ്പൊ എന്താ പൊന്മള പറഞ്ഞത്? ഈ കാന്തപുരത്തിന്റെ എല്ലാ പരിപാടിയും ഇങ്ങനെ തന്നെയാണ്. മൂപ്പര് സ്വകാര്യമായിട്ടാണ് തീരുമാനിക്കും. എന്നിട്ട് പിന്നെ വിവാദമാകുമ്പോഴാണ് നമ്മളൊക്കെ അറിയലേ. എന്നിട്ട് മൂപ്പര് ചോദിച്ചാലോ, അല്ല ഉസ്താദെ ഈ പള്ളി ഉണ്ടാക്കാനുള്ള തീരുമാനം ആരെടുത്തതാ? നമ്മളാരും ഇത് അറിഞ്ഞിട്ടില്ലല്ലോ. ഏത് 40 കോടിന്റെ പള്ളി കോഴിക്കോട് സിറ്റിയിൽ ഉണ്ടാക്കണത് പൊന്മള അറിഞ്ഞിട്ടില്ല. പൊന്മള ആരാ? അന്നൊന്നും SYSന്റെ സംസ്ഥാന നേതാവ്, ഏറ്റവും വലിയ നേതാവ്, കാന്തപുരം ഗ്രൂപ്പിലെ പ്രസ്ഥാനത്തിലെ രണ്ടാമൻ, ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതൻ, ഒരു പക്ഷെ പല വിഷയങ്ങളിലും കാന്തപുരത്തേക്കാൾ അറിവുള്ള പണ്ഡിതൻ. അയാളാ പറയണത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ, ഈ പള്ളി ഉണ്ടാക്കണവരെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ആരെ ഉസ്താദ് തീരുമാനിച്ചു? ജനങ്ങളെ പറ്റിക്കാൻ എന്തിനപ്പോ മുഷാവറി ചർച്ച ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അനുയായികളോട് ചർച്ച ചെയ്യേണ്ടത്? പാപ്പി മോനെ തീരുമാനിച്ചിട്ടുണ്ടാവും, വേറെ ആരെ തീരുമാനിക്കാന്? അപ്പൊ എങ്ങനെയാണ് കാന്തപുരം ഈ വക കെണിയിലൊക്കെ പോയി പെടണത്? അതും പൊന്മള പറയുന്നുണ്ട്. കാന്തപുരത്ത് അങ്ങനെ മസ്കിട്ട് സോപ്പിട്ടിക്കാണ്ട് കാര്യം നേടാൻ നടക്കണ കുറച്ച് ടീമുണ്ട് മർക്കസിന്റെ ഉള്ളില്. ഓലാണ് കാന്തപുരത്തിനെ ഈ കുണ്ടിലൊക്കെ കൊണ്ടുപോയി ചാടിക്കണത്. ആ ടീമിന്റെ നേതാവാരാ? മോൻ തന്നെ അബ്ദുൽ ഹക്കീം. തലതെറിച്ച മക്കളുണ്ടെങ്കിൽ അവസാന കാലത്ത് ബാപ്പാർക്ക് മര്യാദക്ക് കിടന്ന് മരിക്കാൻ പറ്റൂല്ലോ. അങ്ങനത്തെ സ്വഭാവം നാട്ടിലുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരുത്തനാണിത്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ആ മുടിയുമായി ബന്ധപ്പെട്ട, ആ പള്ളിയുമായി ബന്ധപ്പെട്ട അക്കാലത്തുണ്ടായ വിവാദത്തിന്റെ കോലം. ഇനി ആനുകാലിക വിഷയത്തിലേക്ക് തിരിച്ചു വരാ. കാന്തപുരം എന്തൊക്കെ പിന്നെ പറഞ്ഞത്? മുടി വളരെയുണ്ട്, 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ബാക്കിയായിട്ട് കാന്തപുരം എന്താ പറഞ്ഞത് കേട്ടോളി. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് രോഗം മാറ്റിയതും കുട്ടികളെ ചെറുപ്പത്തിൽ ഉമ്മമാര് പ്രസവിച്ച അടുത്ത ദിവസങ്ങളിൽ തന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊടുത്തേക്കും. ആ റസൂലുള്ളാഹിന്റെ വായിലിട്ട് ചവച്ച ഈത്തപ്പഴത്തിന്റെ മധുരം കുട്ടികളുടെ വായിലേക്ക് വെച്ചു കൊടുക്കൽ പതിവായിരുന്നു. അത് തബറുക്ക് ആണ്. അങ്ങനത്തെ കുട്ടികൾ പിന്നെ നന്നാവും, അവർ മോശമായി പോവില്ല. നമ്മൾ ഈ റബ്ബറിനും അതിനൊക്കെ മഹാളി രോഗം വരാതിരിക്കാൻ വേണ്ടി
മരുന്നടിക്കലല്ല. അതുപോലെ ഈ കുട്ടികളുടെ ഒരു മരുന്നടിക്കലാണ് സ്വാലിഹീങ്ങളുടെ വായിലിട്ട് ചവച്ച മധുരം കുട്ടികൾക്ക് കൊടുക്കുക എന്നത്. കേട്ടില്ലേ? കാക്ക സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന കോലാണ്. ഇതാണ് ഇയാളെ എല്ലാ പരിപാടിയും. എടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന് ബർക്കത്തുണ്ട്, അതിന് പോരിശുണ്ട് എന്ന് മുസ്ലിം ലോകത്തിന് തർക്കമില്ല. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം തന്നെയാണിത്. ഇങ്ങനെ അതിനോട് കിയാസാക്കാണ് പല കൂട്ടപ്പെട്ട സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. ഇതിനാണ് ആമിനെക്കുട്ടിനെ കാണിച്ച് അമ്മിനെക്കുട്ടിനെ കെട്ടിക്കുക എന്ന് പറയാ. മനസ്സിലായോ? റസൂലുള്ളാഹിന്റെ മാതിരി ഞങ്ങളെ കൂട്ടപ്പെട്ട സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാര് തന്നെ. ഇതുപോലെ തന്നെയാണ് സ്വാലിഹ്യങ്ങളുടെ വായിലിട്ട് ചവച്ചരച്ച മധുരം കുട്ടിയൊക്കെ കൊടുക്കുമല്ലോ. ഈ റബ്ബർ മരത്തിനൊക്കെ മഹാളി രോഗം വരാതിരിക്കാന് മരുന്നടിക്കണ പോലെയാണ് സ്വാലിഹ്യങ്ങളായ ആൾക്കാരെ വായിലിട്ട് ചവച്ച ഈ മധുരം കുട്ടികളെ തൊള്ളിലേക്ക് വെച്ചു കൊടുക്കുക. ഏതുപോലെ? റസൂലുള്ള കുട്ടികൾക്ക് കൊടുത്ത പോലെ. റസൂലുള്ള ഇവിടെ കൊടുക്കണോ? നിങ്ങളെ കൂട്ടപ്പെട്ട ഈ സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞ ഈ പിരാന്തന്മാർ ഇവിടെ എടുക്കണ്. അതാ നമുക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ രണ്ടും പാടെ തുലനം ചെയ്യല്ലേ. ഇനി അതുപോലെ തന്നെയാണ് സ്വാലിഹ്യങ്ങൾ ചവച്ചരച്ച മധുരം കുട്ടികളെ വായിൽ വെച്ചെടുക്കുമെന്ന് ഏതെങ്കിലും ഒരുത്തം ഏതെങ്കിലും പീറ കിതാബിൽ എഴുതി വെച്ചേക്കണോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നിങ്ങളെ കൂട്ടത്തിലൂടെ സ്വാലിഹ്, നിങ്ങളെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞു നടക്കണം, ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കാൻ പടു വിരാന്തന്മാരല്ലേ. തൂറിയ ചന്തിയാക്കാത്ത ഓച്ചിറ ദാമോദരനെ പോലെ, വള്ളം കണ്ട പായണ ഭയങ്കര കോയപ്പാപ്പനെ പോലെ, മൂത്രൊഴിച്ച മണർക്കാത്ത പിരാന്തം മടവൂരിനെ പോലത്തെ ആൾക്കാർ ഞങ്ങളെ സ്വാലിഹ്യങ്ങൾ തന്നെ. വെറ്റിലാർക്കും ചവച്ചരച്ച് ഇങ്ങനെ കേറ്റലേൽപ്പിച്ച് കണ്ട് ഇങ്ങനെ കുളിക്കൂല, നാനക്കൂല, മൂത്രയിച്ച കഴുകൂല, ദൂരെ ചന്തിയാകൂല, ഇങ്ങനെ ഈച്ച മണിയനേച്ച ചുറ്റും ഇങ്ങനെ പൊതിഞ്ഞടക്കണ നിങ്ങളെ യൗലിയാക്കള സ്വാലിഹ്യങ്ങള് ഓലെ തൊള്ളിയിലിട്ടുന്ന സാധനം കുട്ടികളെ തൊള്ളിക്ക് വെച്ചു കൊടുക്കേണ്ടത്. അതിനെക്കാട്ടി മുല്ല കുട്ടികളെ തൊള്ളിക്ക് വല്ല കുരുടാൻ വെച്ചു കൊടുക്കല്ലേ നല്ലത്. സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയില്ലല്ലോ. ഇവലെ ഏറ്റവും വലിയ സ്വാലിഹായ, ഏറ്റവും വലിയ കുതുബുൽ അക്താവായ, മുദബ്ബിറുൽ കുതുബുൽ മടവൂരിന്റെ അവസ്ഥ എന്തായിരുന്നു? അയാളെ വൃത്തിന്റെ വെടുപ്പിന്റെ കോലെന്തായിരുന്നു? കേട്ടോളി. ഒരു ദിവസം സാഹിബിന്റെ ഞാൻ കണ്ടാണ് മഹാനവറുകൾ, അല്ലാഹു അവിടുത്തെ ദർജ കൊടുക്കട്ടെ, ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് ആ കോളാമ്പിൽ ചുരുട്ടിങ്ങനെ മിനിറ്റിന് മിനിറ്റ് ആ കോളാമ്പിൽ ഇങ്ങനെ കൂടിക്കെടുക്കുക. അങ്ങോട്ട് വാ, അത് വൃത്തിയാക്കിയാണ്. പറയാൻ വിഷമുണ്ട്, ഇത് പറയാൻ വിഷമുണ്ട്. ആടെ ഇരുന്നിട്ട് പുറത്ത് കൊണ്ടുപോയതല്ല, വൃത്തിയാക്കി അഞ്ഞ ഇത് നമ്മളെ ഷേഖിനെ ചെയ്തതാ. ഞാനൊന്നുമല്ല, ഇങ്ങനെ എത്തിയിട്ട് ഞാനൊന്നുമല്ല. അങ്ങനെ അത് ആ ചുരുട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം, കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് ഏറ്റവും ടോപ്പിലെ പരീക്ഷയായിരുന്നു. അത് മുഴുവനും കുടിച്ച്. ഇതിനെക്കാട്ടും വലിയൊരു സ്വാലിഹ് നിങ്ങളെ കൂട്ടത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിക്കണ, ഈ നൂറ്റാണ്ടിൽ ഉണ്ടായിക്കണ. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മുതൽ ഇതിനെക്കാട്ടും വലിയൊരു സ്വാലിഹ് ഉണ്ടായിട്ടില്ല ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളത്. അയാളെ കോലാണിത്. എന്തായി കാട്ടിയത്? ഈ മടവൂരിന്റെ ഷെയ്ഖുണ്ടല്ലോ, ഒരു പിശാജ് പുലിമൊയ്തീൻ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നതിന്റെ കോഴിക്കോട് ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യരൂപം പോണ്ട ഷെയ്ത്താന്, ആ ഷെയ്ത്താനാളെ ഫിത്ന ഉണ്ടാക്കിയത്. അച്ചങ്ങായിന്റെ അടുത്ത് മടവൂര് റിയാളൊക്കെ ഇരുന്നിരുന്ന കാലഘട്ടത്തില് 8 കൊല്ലോ 9 കൊല്ലോ അയാൾ മുമ്പിൽ ഇരുന്നിക്കണ്. അങ്ങനെയാണ് ഈ മടവൂര് ശൈത്താനിയത്ത് ബാധിക്കണത്. ആ സമയത്ത് അയാൾ മടവൂരിനെ കൊണ്ട് ചെയ്ത ദ്രോഹം ശൈത്താനിയത്ത് എന്ന് പറയാൻ വേറെ വല്ല തെളിവന്തിമാണോ? കാരണം നജസ് മാത്രം, അള്ളാന്റെ ദീൻ എന്താണോ? തൊഹൂറാണ്, ശുദ്ധിയാണ്. നജസ് ശൈത്താൻ ഇഷ്ടപ്പെട്ടതാ. ആ ശൈത്താൻ ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ മടവൂരിനെ കൊണ്ട് കുടിപ്പിച്ചിരുന്നത്. എന്താണ്? കാർക്കിച്ചാണ് തുപ്പും കോളാമ്പിൽക്ക്. ആ തുപ്പല് പിന്നെ മൂക്കങ്ങോട്ട് ചീറ്റും, അതിന്റെ മൂക്കള ചുരുട്ടെങ്ങനെ വലിച്ചു, എന്നിട്ട് അതിന്റെ ആഷ് അതൊക്കെ പാടെ കുത്തിക്കലക്കിയിട്ട് ഒരു മൂക്കള ഷെയ്ക്ക്. മറ്റേത് പൊടിയും പിന്നെ ഉമിനീരും മുടിയൊക്കെ പാടിട്ട് കുൽക്കി സർബത്ത് അവിടെ മർക്കസിൽ ഇപ്പോ. അതാണ് കാന്തപുരത്തിന്റെ പരിപാടി. കാന്തപുരത്തിന്റെ ഷെയ്ഖായ മടവൂര്, ആ മടവൂരിന്റെ ഷെയ്ഖായ പുലിമൈത്തിന്റെ പരിപാടി എന്തേനോ അവിടെ കുൽക്കി സർബത്താണെങ്കിൽ ഇവിടെ മൂക്കള ഷെയ്ഖ്, ആപ്പിൾ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ മാതിരി. അതങ്ങനെ മോൻ തന്നെ. മനസ്സിലായോ? ഇതല്ല ഇപ്പൊ നിങ്ങളെ സ്വാലിഹ്യങ്ങളെ വൃത്തിന്റെയും വെടുപ്പിന്റെയും കോലം. എത്ര എണ്ണം ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വാലിഹ്യങ്ങൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് തലയേറ്റി കൊണ്ടെടുക്കുന്ന എല്ലാ പടപ്പോലെ അവസ്ഥ ഇതാണ്. വൃത്തി എന്ന് പറഞ്ഞ സാധനം ഓരോ 7 എലത്ത് കൂടി പോയിട്ടുണ്ടാവില്ല. ഇവരെ തൊള്ളിയിലിട്ടതും ഇവര് ചവച്ചരച്ചൊക്കെയാണ് കുട്ടിയൊക്കെ കൊടുക്കേണ്ടത്. മനസ്സുറപ്പുള്ള അവനാന്റെ രക്തത്തിലുണ്ടായ അവനാന്റെ ഉദരത്തിൽ നിന്ന് നൊന്ത് പ്രസവിച്ച ഒരു തള്ള ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇയാളെ അനുയായികൾ ചെയ്യുമായിരിക്കും, ഇയാളെ മാലെടുത്ത് നിന്നായിരിക്കും, ഇയാളെ മൂത്രം കുടിച്ചായിരിക്കും, ഒക്കെ ചെയ്യുമായിരിക്കും. അത് പോരിശായിട്ട് കുപ്പിയിലാക്കി കൊണ്ടുകൊടുക്കുമായിരിക്കും. എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നു കാത്തിരുന്ന് കാണാൻ ഇൻഷാ അല്ലാഹ് നമുക്ക്. ഇയാളെ കാലശേഷം, ഇയാളെ ഒടുങ്ങിയതിന് ശേഷം ഇയാളെ വീട്ടിലെ കക്കൂസ് മോന്തുമ്പല്
എന്നിട്ട് പൊയിഞ്ഞുകൊണ്ട് പെരിയിൽ വെക്കും, ഉണക്കി പൊടിച്ചു വെക്കും പോലെ, എന്നിട്ട് രോഗത്തിന് വെള്ളത്തിട്ട് കുടിക്കും ചെയ്യും. അങ്ങനത്തെ ഒരു തലച്ചോറില്ലാത്ത കൗമിനാണ് ഉമ്മാന് വളർത്തിയെടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഞാൻ തമാശ പറയുന്നത് പറയുമ്പോ അതിശയോക്തി പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഇതുപോലുള്ള പുലബം പറച്ചിൽ കേട്ടിട്ട് ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഏതൊരു ത്വരീക്കത്തിന്റെ ടീം പ്രസംഗിച്ച പ്രസംഗത്തിനെ കുറിച്ച് പേരോട് പറയണമെന്ന് കേട്ടോക്കി. സുബ്ഹാനല്ലാഹ്, ഒരാൾ പറയുന്ന സൗണ്ട് എനിക്ക് ഇവിടെ നിന്ന് പ്രവർത്തകന്മാർ അയച്ചു തന്നു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായി പോയി. അത് മാത്രമല്ല, അതിന്റെ പുറമെ ഈ കാലഘട്ടത്തിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞു പോയ എല്ലാവരെ പറ്റിയും പറയുന്നുണ്ട്, ഗീബത്തിങ്ങനെ പറയുന്നുണ്ട്. കൂട്ടത്തില് സുബ്ഹാനല്ലാഹ്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർക്ക് ശരീരത്തുണ്ടായിരുന്നില്ല. മംഗലം നിന്ന് ബാബു മുസ്ലിയാർ വേറൊരാളെ വായിൽ മൂത്രമൊഴിച്ചു കൊടുത്തു. കാര്യമായിട്ട് വേദറിയാണ് ഇത്. ബാബു മുസ്ലിയാർ വേറൊരാളെ വായിൽ മൂത്രമൊഴിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരുത്തം വായി പിടിച്ച് ഇങ്ങനെ നിർത്തതാ. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കേട്ടുകേൾവി അനുസരിച്ച് വർത്താനം പറഞ്ഞാൽ പച്ചക്കള്ളായിരിക്കും, പച്ചക്കള്ളമായിരിക്കും. കേട്ടുകേൾവി അനുസരിച്ച് പറഞ്ഞാൽ ബുഖാരിയിലുള്ളതാ, മുസ്ലിമിലുള്ളതാ. ഏതോ ഒരുത്തം പറയുന്ന കേട്ടിട്ട് ഇവനും പറയുന്നേ ആ ബാബ മുസ്ലിം പണ്ടങ്ങാൻ മരിച്ചുപോയ ഒരു ആലിമിന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ വേറൊരാളെ പറ്റി, അയാളെ പറ്റി തന്നെ പറയുന്നു, വേറൊരാളെ വീട്ടിൽ കാട്ടിച്ചു. എങ്ങനെയുണ്ടോ മഹാന്മാര് എന്ന് പറയുന്ന, ഔലിയാക്കൾ എന്ന് പറയുന്ന, സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ വേസ്റ്റുകള്, അതിന്റെ മലത്തിന്റെയും മൂത്രത്തിന്റെയും പോരിശ പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങളെ പ്രസംഗം കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അല്ലേ? മടവൂരിന്റെ മലത്തിനും വേണ്ടി മൊയ്തീ ഷേഖിന്റെയും നിഫായി ഷേഖിന്റെയും ജിന്നുകൾ തമ്മില് തല്ലുകൂടിയെന്ന് നിങ്ങളെ മടവൂർ കാഫിലിൽ അഭിമുഖം വന്നിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളത് പറയ കളവാന്ന് പറയും. അപ്പൊ പിന്നെ ബാവ മുസ്ലിയാര് അനുയായിന്റെ വായിൽക്ക് മൂത്രമൊഴിച്ചു കൊടുക്കൂലേ? ബാവ മുസ്ലിയാർ മന്നലാകുന്ന ബാവ മൂലിയാര് ഒരാളുടെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു, ഓനത് ഭക്തിയിൽ കുടിച്ചു എന്ന് അതിൽപ്പെട്ട ഏതോ ഒരുത്തം വലിയ ആദരവിൽ പ്രസംഗിച്ചത്രേ. അതിനെ വിമർശിക്കുകയാണ് പേരോട്. ഇത് ബുഖാരിയിലുള്ളതോ മുസ്ലിമിലുള്ളതോ? ഓ, ചോദിക്കുന്നേട്ടതോട് നിങ്ങൾ ബുഖാരിയുള്ളതും മുസ്ലിമിനുള്ളതും മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങളെ തെളിവ് ഇതൊക്കെയാണോ? ബുഖാരിയുള്ള മുസ്ലിമിനുള്ളതൊക്കെ നിങ്ങളെ തെളിവ്? നിങ്ങളെ തെളിവ് എന്താടോ? ഓരോ മാല കിതാബും മൗലിദ് കിതാബും പീറ കിതാബും കീറ കിതാബും നബുഹാനിന്റെ കിതാബും ഷാറാനിന്റെ കിതാബും ഇക്കണ്ട വേസ്റ്റുകളല്ല നിങ്ങൾ തെളിവ്. അല്ലാതെ ബുഖാരി മുസ്ലിം നോക്കിയിട്ടാ നിങ്ങളെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിങ്ങളെ വിശ്വാസങ്ങളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് ബുഖാരിയും വേണം മുസ്ലിമും വേണം. പാവ മുസ്ലിയാര് അനുയായിന്റെ വായിൽക്ക് മൂത്രയിച്ചു കൊടുത്തോലോ? കൊടുക്കൂലേ? റസൂലുള്ളാന്റെ എല്ലാ അവശിഷ്ടങ്ങൾക്കും പോരിശുണ്ടെന്ന് പ്രസംഗിക്കുന്ന നിങ്ങള്, മഹാന്മാരും റസൂലുള്ളാനെ പോലെ തന്നെയാണ് എന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങള്? ഇത് കേട്ടിട്ട് ബാബു മുസ്ലിയാരെ മൂത്രം കുടിച്ചാൻ വേണ്ടി ഒരുത്തം കൊച്ചനാടിന്റെ മാരി ഇങ്ങനെ തൊള്ളാട്ടി കൊടുത്താല് അതിൽ വല്ല അത്ഭുതം ഉണ്ടോ ചങ്ങന്മാരെ? ആരോടാണ് നിങ്ങൾ ഈ പറയണത്, ഈ സങ്കടം പറയണത്? നിങ്ങൾ അനുയായികളോടോ? നാളെ കാന്തപുരത്തിന്റെ മൂത്രം കുടിക്കാൻ റെഡിയായി നിൽക്കണ കൗമാണത്, മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ? കാത്തിരുന്ന് കാണാൻ നമുക്ക്. കാരണം കാന്തപുരം വലിയ ആളോ, മഹാനായ വലിയാണ് കാന്തപുരം. ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ കറാമത്ത് വളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. കാന്തപുരം വലിയാന്ന് പോലും പറയണ്ടല്ലോ, കേട്ടോളി. ഭൗതിക കാഴ്ചയിൽ ഒരു ഭൗതികമായി വളരെ ഉയർന്നൊരു വ്യക്തിയാണ്. ഡ്രസ് നമ്മളെ പോലത്തൊന്നുമല്ല, നല്ല ഡ്രസ്സായി. വണ്ടി ഏതെങ്കിലും അംബാസഡർ ഒന്നുമല്ല, നല്ല വണ്ടിയായി. അതൊന്നും ഒരു മനുഷ്യനൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ അള്ളാഹു ഭൗതികം കൊണ്ട് നിറച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. കേട്ടില്ലേ? അള്ളാഹു ഭൗതികപരമായി തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്ത അള്ളാഹിന്റെ ഔലിയാക്കൽപ്പെട്ട ഒരാളാണ് ഉസ്താദ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പകര തള്ളിയതാ, തിരുത്തിയിട്ടില്ല. ഈ പ്രസംഗത്തിൽ തന്നെ ഇപ്പം പറഞ്ഞത് എന്ത്? ഉസ്താദ് അറിയാതെ അള്ളാഹു ഇവിടെ കാര്യം ചെയ്യണമെന്ന് നമുക്ക് തോന്നണില്ല. മാത്രല്ല, ഔലിയാക്കളെ ഷൂറയിൽപ്പെട്ട ഒരു മെമ്പറാണ് ഉസ്താദ്. ആ ഉസ്താദിന്റെ പോരിശയും ആ ഉസ്താദിന്റെ ബോഡി വേസ്റ്റിന്റെ വിതരണമൊക്കെ നമ്മൾ കാണാൻ പോണുള്ളൂ. ഇവരിപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് കറാമത്ത്. ഉസ്താദിനെ പൊക്കിയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങോട്ട് തെങ്ങുമ്പോ തന്നെ നൂണ് കിട്ടണ്ടേ, എന്നാലല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ പണ്ട് ഒരുത്തം ഡോക്ടറോട്. എന്ന് പറഞ്ഞ മാതിരി ഇതൊന്നും അവസാനിച്ച് കിട്ടണ്ടേ, നല്ല ബാക്കിയുള്ള കഥകളും കറാമത്തുകളും ഇറക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ മുട്ടി നിൽക്കാണ്, പറയാൻ മുട്ടി നിൽക്കാണ് എല്ലാ വായാടികളും. എത്രത്തോളം നിങ്ങള് ഉസ്താദിനോട് ബന്ധപ്പെട്ട ഒരു മഹാനായ ആടിന്റെ കറാമത്ത് പോരിച്ച കേട്ടോളി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോ മിഅ്റാജ് നേർച്ച മഹാനവർകളുടെ വീട്ടിൽ കണ്ടിയിൽ വടകരയിൽ. ആ നേർച്ചക്ക് കാന്തപുരം ഉസ്താദ് എല്ലാ കൊല്ലവും പോകാറുണ്ട്. ജീവിതകാലത്ത് നടത്തി വരുന്ന പരിപാടിയാണ്.
ഒരു കൊല്ലം പോകാതിരുന്നപ്പോൾ മഹാനവർകൾ പറഞ്ഞു നാളെ വീട്ടിലേക്ക് വരണം. ചെന്നപ്പോൾ ഉസ്താദ് അവർകളുടെ കാറ്, ട്രൂപ്പർ, അന്ന് കേരളത്തിൽ മറ്റാർക്കും ഇല്ലാത്ത മനോഹരമായ വാഹനം, ആ വാഹനത്തിന്റെ പിന്നിൽ ഒരാടിനെയും വെച്ചു കയറ്റി കൊടുത്തു. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്കൊരു സൽക്കാരം തരാനാണ്. നിങ്ങൾ വന്നില്ല, ഇപ്പോൾ വന്നു. ഇത് കൊണ്ടുപോകണം. ഇത് ഞാൻ പാകപ്പെടുത്തി തല വേറെ കാല് വേറെ സൂപ്പ് വേറെ നിങ്ങൾക്ക് തരലുണ്ട്. നിങ്ങൾ കൊണ്ടുപോകണം. അബ്ദുൽ ലത്തീഫ് ആ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു. ഉസ്താദിന്റെ വണ്ടിയാണ്. ആ വണ്ടി വൃത്തിയിൽ, ശ്രദ്ധയിൽ, കാര്യഗൗരവത്തോടെ, ദുർഗന്ധം വരാതെ, AC കേടുവരാതെ നോക്കേണ്ടതാണ്. പക്ഷേ മുഹമ്മദാജി തങ്ങൾ തന്നതാണ്. ആ ആടും ഭാഗ്യവാൻ തന്നെ. ഉസ്താദിന്റെ വണ്ടിയിൽ കയറിയ പലരും ആ വണ്ടിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ലൗകാന മുത്തകല്ലിമൻ, ആ ആടിനും പറയാൻ പറ്റുമായിരുന്നെങ്കിൽ പറയുമായിരുന്നു. ഞാനും വണ്ടി കയറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വടകരയിൽ നിന്ന്, ചെറുവണ്ണൂരിൽ നിന്ന് കാന്തപുരം വരെ ആ ആട് വണ്ടിയിൽ സഞ്ചരിച്ചു. ആ ആടും ഭാഗ്യവാൻ തന്നെ. ആ ആടിന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ ആ ബഹുമാനപ്പെട്ട മഹാനായ ആടവർകൾ പറയുമായിരുന്നു, ഞാനും കാന്തപുരത്തിന്റെ കൂടെ ആ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തുല്യ ബുദ്ധി ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ ഞങ്ങൾ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടുണ്ട്. ആടിന്റെ പോരിശ മഹാനായ ആടവർകളെ ആ ട്രൂപ്പറിൽ കയറിയ ആടിന്റെ ആ പോരിശാണ് ഈ പറയണത്. അല്ല കാത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഈ കറി വെച്ചതിന് ശേഷം ആടിന്റെ തോലിയും പെട്ടിയും കുടലും എല്ലൊക്കെ എവിടെ കൊയിച്ചിട്ടു അറിയില്ല. അതങ്ങനെ അറിഞ്ഞു പോലെ ആടൗലിയൊക്കെ ജാറുണ്ടാക്കിയിരുന്നു. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കാറിൽ കയറിയ മഹാനായ വലിയുള്ളാഹി ആടവർകൾ അവിടെ പോയി കണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. ഈ എരണംകെട്ട കൗമ്, വൃത്തികെട്ടവന്മാര് ഈ പോലീസിൽ പ്രസംഗിക്കുകയാണ്. അപ്പൊ ഉസ്താദിന്റെ വണ്ടിയിൽ കയറിയ ആ ആടിന്റെ ഒരു ഭാഗ്യം. ഇനിയിപ്പോ എന്തൊക്കെയാണ് കാന്തപുരം മരിച്ചിരിച്ചവർ പറയാൻ പോണത്? ഇതൊക്കെ നിങ്ങൾ തമാശയാണ്, അതിശയോക്തിയെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു വിചിത്രമായ ഒരു അനുയായികളും നേതാവും ലോകത്ത് എവിടെയുണ്ടോ? ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം, അനുയായികളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു നേതാവും, ആ നേതാവിന്റെ വായിലൂടെ എന്ത് വൃത്തികേട് വന്നാലും, പ്രവർത്തനത്തിലൂടെ എന്ത് വൃത്തികേട് സംഭവിച്ചാലും അതെല്ലാം പോരിശിയാക്കി ചിത്രീകരിച്ച് അതിൽ ഊറ്റം കൊള്ളുന്ന ഒരു വൃത്തികെട്ട ജനങ്ങളും അനുയായികളും. ഇങ്ങനത്തെ ഒരു വിഭാഗം ലോക ചരിത്രത്തിൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ കൂട്ടരെ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, കാണിച്ചു തരും. ദാ ഇന്നാരിന്ന പ്രവാചകന്റെ സമുദായത്തിൽ ഇങ്ങനെ ഒരു കോമുണ്ടായിരുന്നു, നിങ്ങൾ കാണിച്ചു തരും. അറിയാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നല്ല. സഹോദരങ്ങളെ, ഞാനിത് അന്ധമായ കാന്തപുര വിരോധം കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയില്ല. ഇയാളുടെ ചരിത്രതാണ്. പറഞ്ഞില്ലേ, അരനൂറ്റാണ്ട് കാലം ഈ സമുദായത്തിനെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട്. സമുദായം എന്ത് ചിന്തിക്കും, സമൂഹം എന്ത് ചിന്തിക്കുന്നു നോട്ട ഇയാൾക്കില്ല. ഇയാൾക്ക് എന്താണോ ശരി അത് അനുയായികൾക്കും ശരിയായിരിക്കും ഇയാൾക്കറിയാം. നിങ്ങൾക്കറിയാം സഹോദരങ്ങൾ, ആ കൊല്ലം ജില്ലയില് ആ കുപ്പത്തൊട്ടിയിൽ കിടന്നിരുന്ന ഓച്ചിറ ദാമോദരൻ എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ കാഫിറായ ഒരു പടുഭ്രാന്തൻ, ആ ഭ്രാന്തൻ മരിച്ചതിന് ശേഷം അയാൾക്ക് ജാറം കെട്ടിയിട്ട് ഉദ്ഘാടനം ചെയ്ത ചെങ്ങായിയാണ് ഈ കാന്തപുരം കാക്ക. മനസ്സിലായോ? തമിഴ്നാട്ടുകാരനായിരുന്നു അയാള്. ദാമോദരനോ വേലായുധനോ എന്തായിരുന്നു അയാളെ പേര്? താലപ്പ് മുറിക്കാത്ത ഔലിയാക്ക് താലപ്പാവ് ധരിച്ച ഒരു പുരോഹിതൻ സപ്പോർട്ട്. പിന്നെ അനുയായികൾ ഇങ്ങനെ കാണില്ല, അത്ഭുതമുണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഈ മുടി വിവാദം കെട്ടടങ്ങിയ ശേഷം വീണ്ടും എന്തിനാണ് ഈ കാന്തപുരം ഈ മുടിയുമായി രംഗപ്രവേശം ചെയ്തത്? വീണ്ടും വിവാദം ഉണ്ടാക്കി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വേറൊരു മാനക്കേടുന്ന തലവരാനുള്ള പരിപാടിയാണ്. ഇനി വരാൻ പോണ വലിയൊരു മാനക്കേടുണ്ടല്ലോ, നിമിഷപ്രിയന്റെ കേസ്. അയാളിപ്പോ തന്നെ മുങ്ങി. ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കണ്ട നിമിഷപ്രിയന്റെ കേസ് നമ്മൾ വിട്ടു, ഇനിയൊന്നും പറയില്ലാന്ന് വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. ഞങ്ങളും ചിലത് കാത്തിരിക്കാണ്. അപ്പൊ അതിന് വല്ല എസ്കേപ്പ് ആവാൻ വേണ്ടി ഈ വിവാദം ജനങ്ങളെ മുമ്പ് കണ്ടുകൊടുത്താണ് ഇയാള്. അതാണ് ഇയാളെ സ്വഭാവം. ഇട്ടെടുത്തപ്പോ രണ്ടോടത്ത് ഒട്ടി, രണ്ടിനും മാനം കാണാൻ പോണു ഇയാള്. മനസ്സിലായോ? ഇതൊരു കുട്ടി പമ്പേഴ്സിൽ അപ്പിട്ട കുട്ടി, ആ പമ്പേഴ്സിൽ ചക്കന്റെ മുറിമ പോയിരുന്ന അങ്ങനെ ഉണ്ടാവും. ഉള്ളില് മലം, പുറത്ത് ചക്കപ്പശ. ഇക്കോലത്തിൽ രണ്ടോടത്തും നാരി നിറഞ്ഞ കോലത്തിലാണ് ഇയാൾ സംഭവിക്കാൻ പോണത്. നിമിഷപ്രിയന്റെ കേസിൽ ഇയാൾ എന്തായാലും മാനക്കേടില് അഗാധമായ മാനക്കേടിക്ക് പോകാൻ പോവാണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഇതിൽ പോയി തലട്ടത്. ഇപ്പൊ രണ്ടോടത്ത് ഒട്ടി. അല്ലാതെ ഈ രൂപത്തിലുള്ള പൊറാട്ട നാടകം കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് സഹോദരങ്ങള് ഈ തരത്തിലുള്ള ചെറിയ പഴുത് വലിയ വിടവാക്കി അതിലൂടെ ചില താല്പര്യങ്ങൾ നിലനിർത്താനുള്ള ഈ കളി ദീർഘവീക്ഷണത്തോട് മനസ്സിലാക്കിയ ആളുകളാണ് മുജാഹിദുകൾ. അതുകൊണ്ട് ഇവിടെയുള്ള സമസ്തയിലെ സുഹൃത്തുക്കളോട് കൃത്യമായി പറയാനുള്ളത്, നല്ല കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം വാശിയും തർക്കവും എല്ലാം മരണത്തോടുകൂടി അവസാനിക്കും.
ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം നമ്മെ കാത്തിരിക്കുകയാണ്. അതിനെപ്പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അധിക സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഓർക്കുന്ന ഏറ്റവും നല്ലൊരു രംഗമായി പറയുന്നത് എന്താ? കല്യാണത്തിന്റെ അന്നത്തെ ആദ്യത്തെ പകലും ആദ്യത്തെ രാത്രിയും. എന്താ? അന്ന് പുതിയാപ്പിള വന്ന് പന്തലിൽ വന്നിരിക്കുമ്പോ കൂട്ടുകാര് വന്ന് ചോദിക്കും എപ്പോഴാ പുതിയാപ്പിള പുറത്തിറങ്ങുന്നത്. അതേ കൂട്ടുകാര് തന്നെ സഹോദരങ്ങള് കൂടെ കൂടും, പുതുവസ്ത്രം ധരിപ്പിക്കും. അങ്ങനെ മണിയറയിലേക്ക് കൊണ്ടുപോയി പുതിയാപ്പിള കുളിച്ചതിന് ശേഷം അവനെ മാറ്റി പന്തലിൽ കൊണ്ടുവന്ന് അണിയിച്ചൊരുക്കി നിർത്തും. അങ്ങനെ സമയമായാൽ 4 വീലുള്ള മനോഹരമായ കാറിൽ പുതിയാപ്പിള അണിയിച്ചൊരുക്കി കയറ്റും, പാട്ടുപാടി സന്തോഷിച്ച് കൊണ്ടുപോകും. നിക്കാഹ് കഴിഞ്ഞ് തന്റെ ഇണയുമായി വന്ന് മണിയറയിലേക്ക് പ്രവേശിക്കും. സോഫ്റ്റായ മെത്തയും തലയിണയും സംഗീതങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ ആയിട്ട് പല ആളുകളും ഈ രൂപത്തിൽ ആസ്വദിച്ചിട്ടുണ്ടാകും ആ മിഥുനങ്ങൾ, അല്ലേ? ആ രൂപത്തിലുള്ള ഒരു ദിനം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനിയും വരാനുണ്ട് നമുക്കൊരു ആദ്യ പകലും ഒരു ആദ്യ രാത്രിയും. അത് നമ്മുടെ മരണത്തിന്റെ പകലാണ്, മരണത്തിന്റെ രാത്രിയാണ്. കല്യാണ ദിവസം പുതിയാപ്പിള എപ്പോഴാണ് പുറത്തു പോവുക എന്ന് ചോദിച്ച കൂട്ടുകാരില്ലേ, അതേ കൂട്ടുകാർ തന്നെ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് വന്ന് ചോദിക്കുകയാണ്, എപ്പോഴാണ് മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നത്? കല്യാണ ദിവസം നീ ഒറ്റക്കാണ് കുളിച്ചതെങ്കിൽ മരണമാകുന്ന ദിവസത്തിൽ നിന്റെ കൂട്ടുകാർ നിന്നെ കുളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? കല്യാണ ദിവസം നീ പുതുവസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയിട്ടുണ്ടെങ്കിൽ മരണമാകുന്ന ദിവസത്തിൽ നിന്റെ കൂട്ടുകാർ നിന്നെ കുളിപ്പിച്ച് പുതുവസ്ത്രം ധരിപ്പിച്ച് അതിൽ സുഗന്ധം പൂശിത്തരികയല്ലേ ചെയ്യുന്നത്? കല്യാണ ദിവസം നീ അണിഞ്ഞൊരുങ്ങി പന്തലിൽ വന്ന് ഇരുന്നപ്പോ ഒരു നോക്കി കാണാൻ വേണ്ടി ആളുകൾ കൂട്ടമായി വന്നിട്ടുണ്ടെങ്കിൽ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ അവസാനമായി ഒരു നോക്കി കാണാൻ ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ വെച്ചുകൊണ്ട് പൂമുഖത്ത് വെച്ചുകൊണ്ട് മുഖമെന്ന് തുറന്നു കാണിക്കുമ്പോ ഭാര്യതാ വന്ന് വീഴുകയാണ്, ഓമന മക്കളതാ കെട്ടിപ്പിടിച്ച് കരയുകയാണ്, കൂട്ടുകാരതാ നിലവിളിക്കുകയാണ്, മൈനറിയത്തിയുമായി കണ്ടടം പൊലിച്ചില്ലേ, മണവാട്ടിയേയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്ന് പുഞ്ചിരിച്ചവളല്ലേ, പാവിട്ടി നിലവിളിച്ച അത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവൾ അന്യമത്തയെ പെട്ടതത്ഭുതമല്ലേ. വിശദീകരിക്കേണ്ടതില്ലല്ലോ സഹോദരങ്ങളെ. മക്കൾ കരയുകയാണ്, ഭാര്യത നിലവിളിക്കുകയാണ്, മാതാപിതാക്കൾ വിങ്ങിപ്പെട്ടുകയാണ്. ആര് കരഞ്ഞിട്ടെന്താണ് കാര്യം? പോയ റൂഹിനെ തിരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കല്യാണ ദിവസം 4 വീലുള്ള മനോഹരമായ കാറിലേക്ക് അണിയിച്ചൊരുക്കപ്പെട്ട് നീ കയറിയിരുന്നതാണെങ്കിൽ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ 6 കാലുള്ള മയ്യത്തും കെട്ടിലാകുന്ന വാഹനം വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി വരികയല്ലേ ചെയ്യുന്നത്? അതിൽ നിന്ന് താങ്ങിയെടുത്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്? കല്യാണ ദിവസം നീ കൂട്ടുകാരോടൊപ്പം സഹോദരങ്ങളെ നമ്മളൊക്കെ പോയിരിക്കാൻ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ഇണയുമായി നമ്മള് മണിയറയിലേക്ക് എത്തിയപ്പോ തലയിണയുണ്ട്, സോഫ്റ്റായ ബെഡുണ്ട്, മുല്ലപ്പൂവുണ്ട്, ആനന്ദത്തിന്റെ പരിമളങ്ങളുണ്ട്. എന്നാ ഖബറ മരണമാകുന്ന ദിവസത്തിലുണ്ടല്ലോ നമുക്ക് ചെന്നു ചേരാനുള്ള മണിയറയാകുന്ന ഖബറ് കൂരിരുട്ടാണ്. അവിടെ മണ്ണിന്റെ തലയിണയാണ് അതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാണിരുഭിത്തിയാണ് അതിലുള്ളത്, അതിലുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോലി സുറാഫിൽ സൂക്ഷിക്കുന്നതാ. അന്ന് നീയാണ് മണിയുടെ വാതിൽ കുറ്റിയിട്ടതെങ്കിൽ അതെപ്പോഴാണ് തുറക്കേണ്ടതെന്ന് ഈ ദമ്പതികളാണ് തീരുമാനിച്ചതെങ്കിൽ ഈ ഖബറാകുന്ന മണിയറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാതിൽ തുറക്കാൻ നമുക്ക് അവകാശമില്ല. ആ കവാടം തുറക്കപ്പെടും സഹോദരങ്ങളെ. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ഊത്തും കൂടെ ഊതപ്പെടുന്ന ഖിയാമത്ത് നാളില്, ഉയർത്തെഴുന്നേൽപ്പ് നാളില് സഹോദരങ്ങളെ, അതാ മനുഷ്യരെല്ലാവരും ആ തലയിൽ നിന്ന് മണ്ണ് തട്ടിക്കൊണ്ട് നഫ്സി 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 നഫ്സിയാ ويوم يدعو خير خلق أنبياء أمتي يا أمتي يا أمتي
ഇല്ലേ? പാദരക്ഷയില്ലാതെ, ചേരാകർമ്മം ചെയ്യാതെ, സഹോദരങ്ങളെ വസ്ത്രമില്ലാതെ, ഒരു ചാണി സൂര്യന്റെ ചുവട്ടില് പാപത്തിന്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോ ഒരു കാലിൽ മേൽ നൂറുകണക്കിന് കാലുകൾ ചവിട്ടിക്കൊണ്ട് പ്രയാസപ്പെടുമ്പോ പ്രിയപ്പെട്ട സഹോദര, അവിടെ പടച്ചുറപ്പിന്റെ കാരുണ്യം വേണമോ? റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് വേണമോ? ഖുർആനിന്റെ ശഫാഅത്ത് വേണമോ? ശുഹദാക്കളുടെ ശഫാഅത്ത് വേണമോ? അതിന് അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും അനുസരിച്ചോ, സഹാബത്ത് സ്വീകരിച്ച പോലെ സ്വീകരിച്ചോ? പാപം ഏറ്റവും വലിയ പാപമാകുന്ന അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്ക് ഒഴിവാക്കിക്കോ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാത്ത പിൽക്കാലത്ത് കടന്നു വന്ന അനാചാരം വർജിച്ചോ, നാട്ടാചാരങ്ങൾ കൈയൊഴിച്ചോ. എന്നിട്ട് തൗഹീദും സുന്നത്തും അനുസരിച്ച് റസൂലുള്ളാഹിയിലൂടെ കിട്ടിയ ദീനിനെ പുൽകിക്കോ. എങ്കിൽ വലത് കൈയിൽ ഗന്ധം ഏറ്റുവാങ്ങാം. പാലിനേക്കാൾ വെളുപ്പുള്ളത്, തേനിനേക്കാൾ മധുരമുള്ളത്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഹൗദുൽ കൗസർ എന്ന പാനീയം അക്രമൽ ഖുറമാ മൗലൽ അംബിയായി മൗലൽ ഇമാം ഇമാമുൽ ഖിബ്ലത്തൈൻ ഹബീബുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാങ്ങി കുടിക്കാൻ അവസരമുണ്ടാകും. അർശിന്റെ തണൽ കിട്ടും സഹോദരങ്ങളെ. സിറാത്ത് എന്ന പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ സഹോദരങ്ങളെ. അവിടെ നമുക്ക് ഉന്നതരായ ശുഹദാക്കൾ, സാലിഹീകൾ, സജ്ജനങ്ങൾ, അമ്പിയാക്കളുടെ കൂടെ നമുക്ക് ഈ സ്വർഗത്തിന്റെ പരിമളങ്ങൾ ആസ്വദിക്കാൻ പ്രിയപ്പെട്ടവരെ. എന്നാൽ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമിൽ ജീവിച്ച്, കമ്മാടികളായി ജീവിച്ച്, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ വലിച്ചെറിഞ്ഞ് ഈ രൂപത്തിലുള്ള നാട്ടാചാരങ്ങളെ പുൽകിയാണ്. ഇടത് കൈയിൽ ഗന്ധം ഏറ്റുവാങ്ങി ചങ്ങലയിൽ ബന്ധിച്ച് നാളെ പിന്നെ കോടതിയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ച ആയത്ത് അതാണ് നമുക്ക് ആശ്വാസം പകരേണ്ടത്. ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നവോ അവർ അല്ലാഹു തൃപ്തിപ്പെട്ട അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹുകളുടെ കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പാരമ്പര്യമായി സമൂഹത്തിൽ കടന്നു വന്ന അന്ധവിശ്വാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയത് തള്ളിക്കളയുവാനും ഖുർആനും സുന്നത്തും സ്വീകരിക്കുവാനും നാഥ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും തൗഫീഖ് നൽകണേ റബ്ബേ. ഈ മുസ്ലിം സമൂഹത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് മുജാഹിദ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ സമൂഹത്തിന് നൽകി ഈ ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റുന്ന പണ്ഡിതന്മാരുടെ കൈകളിൽ നീ സാധുജനങ്ങൾ രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സംസാര ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി തന്നെ റഹ്മാന്. ഒരുപാട് ആളുകൾ സാമ്പത്തികവും ശാരീരികവും മാനസികവും പ്രയാസം അനുഭവിക്കുന്നവരാണ് ഈ സദസ്സിൽ. ഒരുപാട് രോഗികൾ വീടുകളിലുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. നാഥാ എല്ലാവർക്കും നീ എത്രയും പെട്ടെന്ന് രോഗശമനം നൽകണേ റബ്ബേ. പൂർവാധികം ആരോഗ്യം നൽകണേ തമ്പുരാനെ. നല്ല മഈശത്ത് നൽകി ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കി തന്നെ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ നാളെ റബ്ബേ നിന്റെ കോടതിയിൽ വരുമ്പോൾ കൃത്യമായി സ്വർഗത്തിന്റെ പാതയിലേക്ക് കടന്നു പോകാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ റബ്ബേ.